Okay, വെൽക്കം ബാക്ക്. അപ്പോൾ പറഞ്ഞതുപോലെ നമ്മളുടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ എന്ത് ചെയ്യാറുണ്ട്, എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്കും ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും സ്വാഗതിച്ചു. നമ്മുടെ എല്ലാ ഗ്രൂപ്പുകളിലും അഡ്മിന്മാർ എന്ത് ചെയ്യുക, ദയവുചെയ്ത് എന്ത് ചെയ്യുക, എല്ലാ ഗ്രൂപ്പിലും എന്ത് ചെയ്യുക, നമ്മൾ സെഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം വളരെ പവർഫുൾ ആയിട്ടുള്ള വിഷയമാണ്, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വിഷയമാണ്. ആ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ പവർ ഓഫ് നെറ്റ്വർക്കിംഗ്, അല്ലെങ്കിൽ ഹൗ ടു ഡു നെറ്റ്വർക്കിംഗ് ആൻഡ് ബിൽഡ് റിലേഷൻഷിപ്പ്. നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് നെറ്റ്വർക്ക് ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. Hope you are ready for it. If you are ready for, if you are super excited, just comment down SE എന്ന് കമന്റ് ചെയ്യുക. Just comment down super excited എന്നുള്ളതിന് SE എന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. നമ്മുടെ ഇന്നത്തെ സെഷൻ നമുക്ക് ആരംഭിക്കാം. യു ആർ റെഡി? എല്ലാവരും റെഡി ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, SE SE SE, just comment down. Just actively participate. How was yesterday's session? എങ്ങനെയുണ്ടായിരുന്നു yesterday's session? Did you enjoy it? Did you learn? Did you take any decisions? Okay, just comment down. എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ സെഷൻ? ഇന്നലത്തെ സെഷൻ കേട്ടിട്ടുള്ള ആൾക്കാർ പരമാവധി ആൾക്കാർ വീഡിയോയിൽ വരും കേട്ടോ. ടുഡേ ഇസ് സൺഡേ ആൻഡ് യെറ്റ് വി ആർ ഹിയർ ഡൂയിങ് ദിസ്. ഓക്കെ, നമ്മൾ ഇന്ന് സൺഡേ ആണ്, ബട്ട് സ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇവിടെ ഒത്തുകൂടുന്നു, നമ്മൾ നമ്മുടെ ക്ലാസ്സുകൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, കണ്ടക്ട് ചെയ്യുന്നു, പഠിക്കാൻ ശ്രമിക്കുന്നു. യു ആർ ട്രൈങ് ടു ചേഞ്ച് യുവർ ലൈഫ്. ഓക്കെ, ഓൾറൈറ്റ്. ഹൗ വാസ് എങ്ങനെയുണ്ടായിരുന്നു യെസ്റ്റർഡേസ് ക്ലാസ്, മോർണിംഗ് ക്ലാസ്? ഡിഡ് യു അറ്റൻഡ് ദാറ്റ്? നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ, പങ്കെടുത്തിട്ടുണ്ടോ? റെക്കോർഡിംഗ് ബീൻ ദേർ. ഓക്കെ, യാ ശരത്. ഓക്കെ ഓക്കെ, സൂപ്പർ സൂപ്പർ ആയിരുന്നു. നല്ല സെഷൻ ആയിരുന്നു പറയുന്നു. അമേസിംഗ് ആയിരുന്നു. എന്താണ്, വാട്ട് ഡിഡ് യു ഫെൽറ്റ് ആൻഡ് ഹൗ വാസ് സെഷൻ? കാരണം കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഇൻസ്പിറേഷൻ ആവണം, അവർക്കൊരു യൂസ്ഫുൾ ആവും. സുബൈർക്ക് എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ വിചാരിക്കുന്നു? കാര്യങ്ങളൊക്കെ നല്ല രീതിയിലേക്ക് പതിയെ പതിയെ ബെറ്റർ ആയി വരുന്നുണ്ടോ? ഹൗ തിങ്സ് ആർ ഗോയിങ്? ഹലോ, ഹോപ്പ് തിങ്സ് ആർ ഗോയിങ് വെൽ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് മോട്ടിവേറ്റഡ് സ്ട്രോങ്ലി. നിത്യ പറയുന്നു മോട്ടിവേറ്റഡ് വെരി സ്ട്രോങ്ലി. നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് മോട്ടിവേറ്റഡ് ആയിട്ടുണ്ട് ഇന്നലത്തെ സെഷൻ കേട്ടതിന് ശേഷം. ഇന്നലത്തെ സെഷന് ശേഷം നിങ്ങൾ എടുത്തിട്ടുള്ള ഒരു ഡിസിഷൻ എന്താണ്? വാട്ട് ഈസ് വൺ ഡിസിഷൻ ദാറ്റ് യു ഹാവ് ടേക്കൻ? നിങ്ങളുടെ ഉള്ളിലേക്ക്, അവയർനെസ്സിലേക്ക് കയറിയിട്ടുള്ള എന്തെങ്കിലും ഒരു സെഷൻ, ഒരു കാര്യമുണ്ടോ? ദർ വിൽ ബി വൺ തിങ്. അത് നിങ്ങളുടെ മനസ്സിലേക്ക് വല്ലാണ്ട് ഇടിച്ചു കയറിയിട്ടുള്ള ഒരു കാര്യമുണ്ടോ? അതെന്തായിരിക്കും? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? റെക്കോർഡ് കിട്ടുമ്പോൾ ഫുൾ കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. റെക്കോർഡ് ഇന്നലെ അയച്ചിട്ടുണ്ടല്ലോ അല്ലേ ശരത്? ഇന്നലെ നമ്മൾ അയച്ചിട്ടില്ല റെക്കോർഡ്. ഇന്നലത്തെ സെഷന്റെ റെക്കോർഡ് നമ്മൾ അയച്ചിട്ടില്ല. ഹലോ, ഇന്നലത്തെ സെഷന്റെ റെക്കോർഡ് നമ്മൾ അയച്ചിട്ടില്ല. ഐ ഹോപ്പ്, ഐ തിങ്ക് അയച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, 6 steps ഓഫ് ഗ്രോത്ത് അയച്ചിട്ടുണ്ട്. എല്ലാ ഗ്രൂപ്പുകളിലും അയച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യാം, അതൊന്ന് കാണാൻ ശ്രമിക്കാം. സോ ലെറ്റ്സ് ബിഗിൻ. അഷ്ന, ഓക്കെ, വെരി ഗുഡ്. അയച്ചിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ദേ. വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്. സോ ടുഡേ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദ പവർ ഓഫ് നെറ്റ്വർക്കിംഗ്. നമുക്ക് റിലേഷൻഷിപ്പ് എങ്ങനെ ബിൽഡ് ചെയ്യാം. ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാം. ഒരു കാര്യം മനസ്സിലാക്കുക, ശരിക്കും ശ്രദ്ധിച്ചോളൂ. വിത്ത് ഹും യു ആർ ഹാങ്ങിങ് ഔട്ട്, നിങ്ങൾ ആരുടെ കൂടെയാണോ കറങ്ങി നടക്കുന്നത്, നിങ്ങൾ ആരുടെ കൂടെയാണോ സമയം ചെലവഴിക്കുന്നത്, യു വിൽ ബിക്കം ലൈക്ക്. നമ്മൾ ആരുടെ കൂടെ സമയം ചെലവഴിക്കും, വിത്ത് ഹും യു ആർ ഹാവിങ്, നിങ്ങൾ ആരുടെ കൂടെയാണ് നിങ്ങൾ ഡിന്നർ കഴിക്കുന്നത്, നിങ്ങൾ ആരുടെ കൂടെയാണ് കോഫി കഴിക്കുന്നത്, നിങ്ങൾ ആരുടെ കൂടെയാണ് സംസാരിച്ചിരിക്കുന്നത്, അവരെ പോലെ നമ്മളായിത്തീരും. കാരണം 2 കാരണങ്ങളുണ്ട്. ഒന്നെന്താ വെച്ചാൽ, യു ആർ ഷെയറിങ് എനർജി വിത്ത് ദിസ് എൻറ്റയർ യൂണിവേഴ്സ്. നമ്മൾ എല്ലാവരും മനസ്സിലാക്കുന്നത് വെച്ചാൽ ദർ ഇസ് എൻ എനർജി ദാറ്റ് യു ആർ ക്യാരിങ്. നിങ്ങളുടെ ഉള്ളിൽ ഒരു എനർജി നിങ്ങൾ ക്യാരി ചെയ്യുന്നു. നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അപ്പോ ആ എനർജി ഇതേപോലെ നിങ്ങളെ കൊണ്ടുപോയിട്ട് നിങ്ങൾ എവിടെയാണ് വെക്കുന്നത്, ആരുടെ കൂടെയാണ് വെക്കുന്നത്?
സ്വാഭാവികമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ അവരുടെ എനർജി നമ്മളിലേക്ക് വരും. സോ എനർജറ്റിക്കലി അവര് എന്ന് വെച്ചാൽ അവർക്ക് ഒരു നെഗറ്റീവ് എനർജി ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ആ നെഗറ്റീവ് എനർജി കാരണം നമ്മൾ എന്ത് ചെയ്യും, ഡൗൺ ആയിക്കൊണ്ടിരിക്കും. എനർജി എക്സ്ചേഞ്ച് നടക്കും. അപ്പൊ അതിനർത്ഥം ആരുടെ അടുത്തും പോകാൻ പാടില്ല എന്നുള്ളതല്ല. കണ്ടിന്യൂസ്ലി ഇത് സംഭവിക്കുമ്പോൾ, കണ്ടിന്യൂസ്ലി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന എനർജി ചേഞ്ച് സംഭവിക്കുന്നു, എനർജി എക്സ്ചേഞ്ച് സംഭവിക്കുമ്പോൾ ദാറ്റ് ഈസ് ലിറ്റിൽ ഇൻഫ്ലുവൻസിങ് ആണ്, ചാലഞ്ചിങ് ആണ്. ഈ എനർജി മാത്രമാണ്, എനർജിയെക്കാട്ടിലും അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ ഷെയർ ചെയ്യുന്ന നോളജ് ആയിക്കോട്ടെ, തോട്ട്സ് ആയിക്കോട്ടെ. നമ്മളൊരാളുടെ കയ്യിൽ തോളിട്ട് നടക്കുമ്പോൾ, നമ്മൾ തോളിൽ കൈയിട്ട് നടക്കുന്ന സമയത്ത് നമുക്ക് ആ തോളിൽ കൈയിട്ട് നടക്കുക എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾ അദ്ദേഹത്തിന്റെ എന്താണ് ബ്രെയിനിൽ ഈ പറഞ്ഞിരിക്കുന്ന അത് വല്ലാണ്ട് ശബ്ദം ഇങ്ങനെ വരുന്നുണ്ട്. ഇതൊരു മെസ്സേജ് വരുന്ന ശബ്ദം അല്ലാണ്ട് വരുന്നുണ്ട്. ഐ ഡോണ്ട് നോ ഹൗ ദിസ് ഈസ് ഹാപ്പൻഡ്. Let me just turn it off. Okay. സോ പറഞ്ഞു വന്ന പോയിന്റ് എന്താണ്, നമ്മളുടെ ബ്രെയിനിൽ നമ്മുടെ ആശയങ്ങൾ തമ്മിൽ എന്ത് ചെയ്യും, സൗഹൃദ ബന്ധത്തിലാവുന്നു, കൂട്ടുകാർ, അവർ കൂട്ടുകാരായി മാറും. നമ്മുടെ ബ്രെയിനും നമ്മുടെ നമ്മുടെ തൊട്ടടുത്തുള്ള ആളുടെ ബ്രെയിനും തമ്മിൽ എന്താ വെച്ചാൽ അത് തമ്മിൽ ചേരുന്നുണ്ട്, ഒന്ന് ചേരുന്നു. നിങ്ങളുടെ ബ്രെയിനും അവരുടെ ബ്രെയിനും തമ്മിൽ കണക്റ്റഡ് ആവുന്നു. കണക്റ്റഡ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പറയാം, നിങ്ങളുടെ ആശയങ്ങൾ തമ്മിൽ ഷെയർ ചെയ്യപ്പെടും, നിങ്ങളുടെ ചിന്തകൾ തമ്മിൽ ഷെയർ ചെയ്യപ്പെടും. ഈ ചിന്തകൾ തമ്മിൽ ഷെയർ ചെയ്യപ്പെടുമ്പോൾ വളരെ പവർഫുൾ ആണ് ആ സമയം. നമ്മൾ വിചാരിക്കുന്നതിനേക്കാട്ടിലും പവർഫുൾ ആണ് നമ്മുടെ കൂട്ടുകൾ. നമ്മൾ ആരുടെ കൂടെ ഇരുന്ന് സമയം ചെലവഴിക്കുന്നു, ചർച്ച ചെയ്യുന്നു, തീർച്ചയായിട്ടും നമുക്ക് നമ്മളുടെ ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ ജീവിത പങ്കാളി അല്ലെങ്കിൽ നമ്മളുടെ സഹോദരങ്ങൾ, നമ്മളുടെ ബേസിക് ഫാമിലിയിൽ നിന്ന് തീർച്ചയായിട്ടും നമ്മൾ സമയം ചെലവഴിക്കണം. ദാറ്റ് ഈസ് ദർ. ബട്ട് അറ്റ് ദ സെയിം ടൈം അവരിൽ ആരെങ്കിലും വളരെ ടോക്സിക് ആണെങ്കിൽ, ടോക്സിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നെഗറ്റീവ് അല്ല, ഡേഞ്ചറസ്ലി നിങ്ങളെ ബാധിക്കുന്ന, ലൈക്ക് അപകടകരമാകുന്ന രീതിയിൽ നിങ്ങളെ തളർത്തി കളയുന്ന സ്വഭാവ സംസാരമുള്ളതാണെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു കീപ് എ ഡിസ്റ്റൻസ് ഫ്രം ദം. അത് ചെയ്യേണ്ടി വരും. ബട്ട് അതിനൊരു സൊല്യൂഷൻ നിങ്ങൾ കണ്ടെത്തേണ്ടി വരും. പക്ഷെ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നിങ്ങളുടെ എനർജി ഹയർ ആയിട്ട് കൂട്ടിക്കൊണ്ടുവരാം. ഹയർ എനർജിയിലേക്ക് നിങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, അവര് നിങ്ങളുമായിട്ട് അധികം ഇന്ററാക്ട് ചെയ്യുന്ന ഒരു അവസ്ഥ പൊതുവെ ഉണ്ടാവില്ല. അതല്ലെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്തേക്കൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്ന് വെച്ചാൽ ഒരു ബബിൾ ഓഫ് പ്രൊട്ടക്ഷൻ നിങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. ബബിൾ ഓഫ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഹാവ് ടു ക്രിയേറ്റ് എൻ ഇമാജിനറി പ്രൊട്ടക്ഷൻ ഫീൽഡ്. നിങ്ങളുടെ ഒരു സാങ്കല്പികമായിട്ടൊരു സംരക്ഷണ കവചം നിങ്ങളുടെ ശരീരത്തിന് ചുറ്റും സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള ആൾക്കാരുടെ കൂടെ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അത് വളരെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് എങ്കിലാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന സൗഹൃദങ്ങൾ ഇതിലേറെ ഇമ്പോർട്ടന്റ് ആണെന്ന് വെച്ചാൽ നമ്മൾ ചൂസ് ചെയ്യുന്ന സൗഹൃദങ്ങൾ, നമ്മൾ ആരുടെ കൂടെയാണ് സംസാരിക്കുന്നത്, എന്ത് വിഷയങ്ങളാണ് സംസാരിക്കുന്നത്, എന്ത് ചിന്തകളാണ് ഷെയർ ചെയ്യുന്നത്, എന്ത് ശീലങ്ങളാണ്. കാരണം ചില സുഹൃത്തുക്കളുടെ കൂടെ കൂടുമ്പോൾ പ്രത്യേക രസം വെച്ചാൽ സുഹൃത്തുക്കളുടെ പ്രത്യേകത ഒരാൾ മാത്രമല്ല ചെയ്യുക, ഒരാൾ ചെയ്യുന്ന കാര്യങ്ങൾ സിമിലർ ആയിട്ട് ബാക്കിയുള്ളവരും കൂടെ ചെയ്യും. സ്വർണം അവർ നമ്മളെ പോലെയും ആകില്ല. ജസീർ ചോദിക്കുന്നവർ നമ്മളെ പോലെയും ആകില്ല, ആകും. പക്ഷെ ഒരു കാര്യം അറിയാം, നിങ്ങൾ ഒരെണ്ണേ ഉള്ളൂ, അവരെത്ര ആളുണ്ട്? ഓക്കെ. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താ വെച്ചാൽ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം. നമ്മളുടെ കൂട്ടുകാരികൾ വേണ്ട എന്നുള്ളതല്ല, അവർ ഡെയിലി അവരുടെ കൂടെ സമയം ചെലവഴിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ then there are a lot of habits you will pick it. അവരിൽ നിന്ന് ഒരുപാട് ഹാബിറ്റ്സുകൾ പിക്ക് ചെയ്യും. അവരിൽ നിന്ന് ഒരുപാട് എന്താ വെച്ചാല് ശീലങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്യും. അത് ജസ്റ്റ് നമ്മൾ വിചാരിക്കുന്ന ശീലങ്ങൾ മാത്രമല്ല. ഫോർ എക്സാമ്പിൾ ചില ദുശ്ശീലങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില സംഗതികൾ മാത്രമല്ല. ഈ ശീലങ്ങൾ എന്ന് പറയുമ്പോൾ ചിന്തിക്കുന്ന രീതി ഒരു ശീലമാണ്. ചിന്ത ഒരു ശീലമാണ്. നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്,
അപ്പൊ നമ്മൾ എന്താ ചിന്തിക്കുന്നത്, നമ്മളുടെ ചിന്തിക്കുന്നതിനനുസരിച്ച് നമ്മൾ എന്താവും, ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ പ്രയോറിറ്റീസ് ചേഞ്ച് ആവാൻ അത് കാരണമാകും. അപ്പൊ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ സൗഹൃദങ്ങൾ വേണ്ട എന്നുള്ളതല്ല, സൗഹൃദങ്ങൾ വേണം, ടൈം സ്പെൻഡ്. പക്ഷെ എവറി ഡേ ഇഫ് യു ആർ സ്പെൻഡിങ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ലൈഫ് സെറ്റ് ചെയ്തിരിക്കുന്നത്, ട്രാപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളില്ല, അറ്റാച്ച്മെന്റുകളില്ല. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റക്കായി നിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മൾ ഇത്തരത്തിലുള്ള ചില ട്രാപ്പുകളിൽ പെട്ടിട്ടുണ്ട്. ക്ലിയർ ആണോ? ഷുവറാണോ? ആ ട്രാപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഇത്തരത്തിലുള്ള ചില സംഗതികൾ, അതായത് ഇതിൽ നിന്ന് ബ്രേക്ക് ചെയ്യാനാണ് പ്രയാസം. കാരണം അതിന് ഭയങ്കര ഇമോഷണൽ കണക്ഷൻ ഉണ്ട്. അത് വല്ലാത്ത സന്തോഷം തരുന്നൊരു കാര്യമാണ്, ഹാപ്പിനെസ് തരുന്നൊരു കാര്യമാണ്, വളരെ നല്ല കാര്യമാണ്. സൗഹൃദങ്ങൾ തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ്, വളരെ നല്ല കാര്യങ്ങളാണ്, നമുക്ക് എന്തായാലും വേണ്ടതാണ്. നമ്മൾ എല്ലായ്പ്പോഴും ഒറ്റപ്പെടുന്ന സമയത്ത് തീർച്ചയായിട്ടും അവരുടെ ഹെൽപ്പ് ഉണ്ട്. ബട്ട് വി ഹാവ് ടു ബി വെരി കെയർഫുൾ. ഇപ്പൊ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സൗഹൃദങ്ങൾ മാത്രം പോരാ എന്നുള്ളത്. നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഈ സൗഹൃദങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഈ നിലവിലുള്ള സൗഹൃദങ്ങളുടെ പ്രത്യേകത നമ്മളെ ഹാപ്പി ആക്കുന്ന, നമ്മളെ സേഫ് ആക്കുന്ന, നമ്മളെ സംരക്ഷിക്കുന്ന, നമ്മളെ സന്തോഷിപ്പിക്കുന്ന, മനസ്സിന് സുഖം തരുന്ന, ടെൻഷൻ അകറ്റുന്ന, ഒരു റിലീഫ് കിട്ടുന്ന സംഗതികളാണ്. തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ്. ഡെഫിനറ്റ്ലി മെന്റൽ ഹെൽത്തിന്റെ കാര്യത്തിൽ അത് വളരെയധികം റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. ബട്ട് അത് വേണം. ബട്ട് അറ്റ് ദ സെയിം ടൈം അതിന്റെ ഒരു ഓപ്പോസിറ്റ് സൈഡും കൂടെ വേണം. അത് തന്നെ എന്തായിരിക്കണം? ഹെൽത്തി ആയിരിക്കണം, നല്ല ശീലങ്ങളുള്ള, തെറ്റിലേക്ക് നയിക്കാത്ത, മോശമായിട്ടുള്ള രീതിയിലേക്ക് നമ്മളെ നയിക്കാത്ത രീതിയിലുള്ള രസകരമായ ഹെൽത്തി ആയിട്ടുള്ള സൗഹൃദങ്ങളായിരിക്കണം. അടുത്തത് എന്ന് പറയുന്നത് അപ്ലിഫ്റ്റ് ചെയ്യുന്ന, ഇൻസ്പയർ ചെയ്യുന്ന ബന്ധങ്ങൾ വേണം. മനസ്സിലാവുന്നത്? അപ്ലിഫ്റ്റ് ചെയ്യുന്ന, നശിപ്പിക്കുന്നതാണെങ്കിൽ നോ ഡൗട്ട്. ചന്ദ്രൻ സാർ പറയുന്നു 3 വർഷം മുമ്പ് ആ ട്രാക്ക് ഞാൻ പൊട്ടിച്ചു. ലൈക്ക് അത് നശിപ്പിക്കുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പാണ് നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ പക്ഷെ നമുക്ക് സൗഹൃദങ്ങൾ ആവശ്യമാണ് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണം, നമുക്ക് നല്ല ബന്ധങ്ങൾ ആവശ്യമാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഒറ്റയ്ക്ക് നമ്മൾ പ്രയാസത്തിലാണ്. ഒറ്റയ്ക്ക് നമുക്കൊന്നും കൂടി ചെയ്യാൻ കഴിയില്ല. ബിക്കോസ് വി ആർ എ സോഷ്യൽ ആനിമൽ. നമുക്ക് ആരെങ്കിലും ഒക്കെ വേണം. നമുക്ക് ഒറ്റയ്ക്ക് നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ എന്നൊക്കെ നമ്മൾ പറയും. നമ്മൾ തന്നെ ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യണം. പക്ഷെ ഇത് ചെയ്യണമെങ്കിൽ പോലും പ്രതിസന്ധികളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ വരുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് ഒറ്റയ്ക്ക് ചിലപ്പോൾ നമ്മളെ തളർത്ത പൊക്കിയെടുക്കാൻ പോലും കഴിയില്ല. അത് മാത്രമല്ല, നമ്മൾക്ക് ഹാപ്പിനെസ് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹെൽത്തി ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകണമെന്നുണ്ടെങ്കിൽ വി നീഡ് റൈറ്റ് പീപ്പിൾ അറൗണ്ട് അസ്. കുറച്ചെങ്കിലും ആൾക്കാർ നമ്മുടെ ലൈഫിൽ വേണം. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ ശിക്ഷ എന്താണ്? ഏകാന്ത തടവാണ്. ഒറ്റയ്ക്ക് ഒരു സെല്ലിൽ കൊണ്ടിടില്ല, ഒരു മനുഷ്യനോട് സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥ. ആ മനുഷ്യൻ വല്ലാണ്ടതായിപ്പോയി, തകർന്നില്ലാണ്ടായിപ്പോയി. അപ്പോഴാണ് ഇമ്പോർട്ടൻസ് ഓഫ് റിലേഷൻഷിപ്പ് മനസ്സിലാവുക. സോ റിലേഷൻഷിപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളെ സ്നേഹിക്കാൻ നമുക്ക് നല്ല സൗഹൃദങ്ങൾ വേണം. ഇറ്റ് ഈസ് റിയലി നീഡ്. ബട്ട് അതെന്തായിരിക്കരുത്? നമ്മളെ നശിപ്പിക്കുന്ന, നമ്മളെ സ്റ്റക്കാക്കി നിർത്തുന്ന, നമ്മളെ ഡൗൺ ആക്കി നിർത്തുന്ന രീതിയിലുള്ളതാവരുത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ നിങ്ങളുടെ സൗഹൃദങ്ങളിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല ബന്ധങ്ങൾ, നിങ്ങൾ അപ്ലിഫ്റ്റ് ചെയ്യുന്ന, എംപവർ ചെയ്യുന്ന നല്ല സൗഹൃദങ്ങളും നല്ല ബന്ധങ്ങളിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരേണ്ടത്. യു ഹാവ് ടു അപ്ലിഫ്റ്റ് യുവർ സെൽഫ്. അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരേണ്ടത്. ക്ലിയർ ആണോ പറയുന്നത്? നമ്മൾ ആ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരിക, അതിന് വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള നല്ല ബന്ധങ്ങൾ നമുക്ക് ആവശ്യമാണ്. ആ ബന്ധങ്ങൾ എവിടെ ഉണ്ടാവുക, അതെങ്ങനെയാണ് ബിൽഡ് ചെയ്തത്? ഇതാണ് ഇന്നത്തെ വിഷയം. ഇന്നത്തെ വിഷയം എന്താണ്? എങ്ങനെ നമ്മൾ അത് ബിൽഡ് ചെയ്തെടുക്കും? ഹൗ വി ആർ ഗോയിങ് ടു ബിൽഡ്. ഓക്കെ, ക്ലിയർ ആണോ? ഇത് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ഫംഗ്ഷൻ, നമ്മൾ പുതിയ ആൾക്കാരിലേക്ക് അപ്രോച്ച് ചെയ്യാനുള്ള ഒരു താല്പര്യം ഉണ്ടാകും. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഉദ്ദേശം നല്ലതായിരിക്കണം എന്നുള്ളത്. സെൽഫിഷ്നെസ് പാടില്ല.
എപ്പോഴും നമ്മുടെ മൈൻഡിൽ ഉണ്ടാവേണ്ടതെന്ന് വെച്ചാൽ ഒരു വിൻ വിൻ മൈൻഡ് സെറ്റ് ഉണ്ടാകും. നമ്മളുടെ ഓപ്പോസിറ്റിലുള്ള ഒരാളെ അദ്ദേഹത്തിന്റെ ലൈഫിലേക്ക് ഇമ്പോർട്ടൻസ്, അദ്ദേഹം നമ്മളെപ്പോലെ പച്ചയായ ഒരു മനുഷ്യനാണ്, അദ്ദേഹത്തിനും ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, അദ്ദേഹത്തിനും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ആ ആഗ്രഹങ്ങളിലേക്ക് ഇറങ്ങിത്തിരിച്ചൊരു മനുഷ്യനാണ്, ഒരുപാട് വേദനകളുള്ള മനുഷ്യനാണ്. ആ മനുഷ്യൻ എന്ന് വെച്ചാല് അങ്ങനെയുള്ള സംഗതികളുള്ള ആ ഒരു മനുഷ്യനിലേക്ക് നമ്മൾ എന്താണ് മനസ്സറിഞ്ഞ് നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യണം, സഹായിക്കാൻ വേണ്ടിയിട്ട് എന്റെ ഭാഗം നിന്ന് എഫേർട്ട് ഇടണം എന്നൊരു ചിന്ത നമുക്കുണ്ടാകും. ആ ഒരു ചിന്ത നമുക്കുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നോ ഡൗട്ട് അബൌട്ട് ദാറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവരിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ അത് ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകും. എപ്പോഴും പ്രയോറിറ്റി നമ്മളുടെ മൈൻഡിൽ ഉണ്ടാവേണ്ടത് എന്നെ പോലെ തന്നെ വേറൊരു മനുഷ്യനാണ് മുൻപിലുള്ളത്. എന്നെ പോലെ പ്രയാസങ്ങളുള്ള, ബുദ്ധിമുട്ടുകളുള്ള, സങ്കടങ്ങളുള്ള, ഒരുപാട് ട്രോമയിലൂടെ കടന്നുപോയ, ഒരുപാട് ബിലീഫ് സിസ്റ്റത്തിൽ പ്രശ്നങ്ങളുള്ള, അല്ലെങ്കിൽ ഒരുപാട് ഡിഫിക്കൽട്ടീസിലൂടെ കടന്നുപോകും, ഞാൻ അറിയാത്ത ടെൻഷനും വിഷമങ്ങളും ഒക്കെ ഉള്ള മനുഷ്യരാണ്. പുറമേ കാണുമ്പോൾ ഹാപ്പി ആണെന്നുണ്ടെങ്കിലും, പുറമേ കാണുമ്പോൾ കൂടുതൽ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ, വല്ലാണ്ട് ഹാപ്പി ആയിട്ട് പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഉള്ളിന്റെ ഉള്ളിൽ വല്ലാത്ത വിഷമം കൊണ്ടു നടക്കുന്ന മനുഷ്യനാവാനുള്ള വലിയൊരു സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ആ ഒരു മനുഷ്യനിൽ നമ്മൾ ആ ഒരു വ്യക്തിയുമായിട്ട് ബന്ധങ്ങൾ സ്ഥാപിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ എന്ന് വെച്ചാൽ നമ്മൾ എന്തായിരിക്കണം, കൈൻഡ് ആയിരിക്കണം, സോഫ്റ്റ് ആയിരിക്കണം. ബട്ട് അറ്റ് ദ സെയിം ടൈം ബൗണ്ടറി ഉണ്ടാവണം. നമുക്കൊരു ബൗണ്ടറി വേണം. നമ്മൾ വല്ലാണ്ട് ഇങ്ങോട്ട് ഓപ്പൺ അപ്പ് ആയിട്ട് വല്ലാണ്ട് ഇങ്ങോട്ട്, അല്ലെ? അപ്പൊ നമുക്ക് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. ബട്ട് അറ്റ് ദ സെയിം ടൈം വി ഷുഡ് നോട്ട് ബി ഓപ്പൺ ടു മച്ച് ആൻഡ് ദർ ഷുഡ് ബി എ പ്രൊഫഷണൽ ബൗണ്ടറി. ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യാൻ പറ്റും. ആ ബൗണ്ടറി എന്ന് പറയുന്ന കണ്ടീഷൻസ് അല്ല, ഒരു ഹെൽത്തി ബൗണ്ടറിയാണ്. ഒരാളുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഇടിച്ചു കയറി അങ്ങ് ചെല്ലരുത്. അയാളുടെ എല്ലാ പ്രശ്നങ്ങളും ചെന്ന് അങ്ങ് ഏറ്റെടുക്കരുത്. അദ്ദേഹത്തെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ വളരെ നല്ല രീതിയിലുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ബിൽഡിങ്ങിലേക്ക് നമ്മൾ പോകും. നമ്മളിൽ അധികം ആൾക്കാർക്കും സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ചില ആൾക്കാർ ടു മച്ച് പ്രൊഫഷണൽ ആവും, ചില ആൾക്കാർ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ടു മച്ച് പേഴ്സണൽ ആയിട്ടുള്ള രീതിയിലേക്ക് പോകും. സോ ഹാവിങ് എ ബാലൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഹെൽത്തി ആയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ആയിട്ട് പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ കാര്യങ്ങൾ. അപ്പം ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് ഇത്രയും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇടപെടാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ സാധാരണക്കാർ അധികം ആൾക്കാരും പല ബന്ധങ്ങളിലും അല്ലെങ്കിൽ പല ബന്ധങ്ങളിലേക്കും ഇറങ്ങി ചെന്നിട്ട് എന്താ വെച്ചാൽ അത് പിന്നെ ബുദ്ധിമുട്ടായി മാറാറ്. ആദ്യം നമ്മൾ വിശ്വസിച്ചു, പിന്നെ അയാളുടെ സ്വഭാവം മാറി എന്ന് നമ്മൾ പറയും. നമ്മളായിട്ടാണ് നമ്മൾ അതിന് അവസരം കൊടുക്കുന്നത്. ഏതൊരു ബന്ധവും നമ്മൾ എന്താ വെച്ചാൽ ഹെൽത്തി ആയിട്ട് പോകുന്നതിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്താ വെച്ചാൽ ഇന്റൻഷൻ, ഉദ്ദേശം ശരിയായിരിക്കണം. നമ്മളതിൽ നമുക്കെന്താ വെച്ചാൽ സെൽഫിഷ്നെസ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ്, എനിക്ക് എന്നുള്ള ചിന്താഗതി മാത്രമല്ല, രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്യാം. ബട്ട് അറ്റ് ദ സെയിം ടൈം അതിനൊരു പരിധിയുണ്ട്, അതിനൊരു ലിമിറ്റ് ഉണ്ട് എന്നുള്ള എപ്പോഴും മനസ്സിലാക്കി. ലിമിറ്റ് ഇല്ലാത്ത സപ്പോർട്ട്, ലിമിറ്റ് ഇല്ലാത്ത സ്നേഹം, ലിമിറ്റ് ഇല്ലാതെ ടു മച്ച് ഓഫ് എനിത്തിങ് ഈസ് ഡേഞ്ചറസ്. അമിതമായാൽ അമൃതം വിഷം എന്ന് പറഞ്ഞതുപോലെ അമിതമായി കഴിഞ്ഞു കഴിഞ്ഞാൽ, കൺട്രോൾ ഇല്ലാതായി കഴിഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്, നിങ്ങൾക്ക് സെൽഫ് റെസ്പെക്ട് നഷ്ടപ്പെടും. നമുക്ക് സെൽഫ് റെസ്പെക്ട് നഷ്ടപ്പെടുന്ന സമയം, അല്ലെങ്കിൽ നമ്മളുടെ പ്രൈവസി നഷ്ടപ്പെടും, നമുക്ക് സമാധാനം നഷ്ടപ്പെടും, കോംപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യും, പല ഇഷ്യൂസിലേക്കും അത് കടന്നു. ബന്ധങ്ങൾ എപ്പോഴും എന്ന് വെച്ചാൽ ദർ ഷുഡ് ബി എ എന്താ പറയാ, സ്നേഹം, പ്യുവർ ആയിട്ടുള്ള സ്നേഹം ഉണ്ടാകുന്ന സംഗതികൾ, ഹെൽത്തി ബൗണ്ടറീസ്, ആരോഗ്യപരമായ പരിമിതികൾ നിശ്ചയിക്കണം, മനസ്സിലാക്കണം. അതൊരു റിയാലിറ്റിയാണ്. ഇത് മനസ്സിലാക്കാതെ നമ്മൾ വളരെ പ്യുവർ ആയിട്ട് ജെനുവിൻ ആയിട്ട് അങ്ങോട്ട് കൊടുക്കുക എന്നുള്ള രീതിയിൽ കൊടുക്കുമ്പോൾ വാട്ട് ഹാപ്പൻസ്, നമ്മൾ നമ്മുടെ ലൈഫിൽ എന്ന് വെച്ചാൽ കോംപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യും, അത് പോകും. ക്ലിയർ ആണല്ലോ? സോ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, ബട്ട് ഞാൻ നിങ്ങളുടെ ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ട് പറഞ്ഞു തന്നു. ഇനി നെറ്റ്വർക്കിൽ എന്ന് വെച്ചാൽ നമ്മൾ ഒരു നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന സംഗതിയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഒരു മീനിങ് ഫുൾ കണക്ഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ള, ഗോ വിത്ത് എ ഗോൾ. നമ്മളെപ്പോഴും ഒരാളെ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്തിന് അദ്ദേഹത്തെ മീറ്റ് ചെയ്യണം,
ഒരു ഇവന്റിൽ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാർട്ടിയിൽ നിങ്ങൾ പങ്കെടുക്കുക. കാരണം നെറ്റ്വർക്കിംഗ് നടക്കുന്നത് പലപ്പോഴും ആൾക്കാർ ഒത്തുകൂടുന്നിടത്ത്. ജീവിതത്തിൽ വിജയിക്കാൻ ബന്ധങ്ങൾ വളരെ ആവശ്യം, വളരാൻ ബന്ധങ്ങൾ വളരെ ആവശ്യം. കാരണം ബന്ധങ്ങളിലാണ് എന്ത് കിടക്കുന്നത്? നമുക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള അസറ്റ് കിടക്കുന്നു, സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് കിടക്കുന്നു. പെട്ടെന്ന് വളരണം എന്ന് ആഗ്രഹമുണ്ടോ? എത്ര കണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബന്ധങ്ങൾ, നല്ല ആരോഗ്യപരമായിട്ടുള്ള ബന്ധങ്ങൾ എത്രയും. അപ്പൊ ഒരുപാട് ബന്ധങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. കാരണം നിങ്ങൾക്കറിയാം, ഈ ഒരു ക്ലാസ് ഇപ്പൊ എന്നെയായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആയിട്ട് ഇവിടെ ഈ ഒരു ക്ലാസ്സിൽ വന്നതുകൊണ്ട് നമ്മൾ തമ്മിലൊരു ബന്ധമുണ്ട്. ആ ഒരു ബന്ധം ഒരു വലിയ ഡിസ്റ്റൻസിലുള്ള ബന്ധമാണ് ഉള്ളത്. ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് എന്നെ അറിയാം, എനിക്ക് നിങ്ങളെയും അറിയാം. എന്താ വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ സ്റ്റുഡന്റ് ആണ്, പഠിക്കാൻ വരുന്നവരാണ്, താല്പര്യമുണ്ട് എന്നുള്ളത് അറിയാം. എന്നുള്ളതിന് അപ്പുറത്തേക്കുള്ള വലിയൊരു ബന്ധത്തിലേക്ക് പോയിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഉപകാരമുള്ള, എന്നെ അറിയുന്നത് കൊണ്ട്, നമ്മളുമായിട്ട് ബന്ധപ്പെട്ടത് കൊണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്തതുകൊണ്ട്, ആ ഒരു ബന്ധത്തിന്റെ, ആ ഒരു അടുപ്പത്തിന്റെ, അതിനു പുറത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരുപാട് അറിവുകളുണ്ട്, ഒരുപാട് സപ്പോർട്ട് കിട്ടും. ഇനി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇതുപോലെ എത്ര പേരെ, ട്രെയിനർ എന്നുള്ള രീതിയിലല്ല, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ സഹായിക്കുന്ന അറിവോ അല്ലെങ്കിൽ അവസരങ്ങളിലേക്കുള്ള ഒരു കണക്ഷനോ ഒരു സപ്പോർട്ടോ ഒരു പ്രചോദനോ എന്തെങ്കിലും നൽകാൻ കഴിയുന്ന, ചിലപ്പോൾ അത് ഫൈനാൻഷ്യൽ സപ്പോർട്ട് ആവാം. നിങ്ങൾ ചിലപ്പോൾ ആ വീട്ടിലിരിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് ആരും ഇല്ല, എനിക്ക് പലപ്പോഴും നമ്മുടെ ലൈഫ് സ്റ്റക്കായി പോകുന്നത് നല്ല ബന്ധങ്ങൾ ഇല്ലാത്തത് കൊണ്ട്. നല്ല ബന്ധങ്ങൾക്ക് അത്രയ്ക്കും പ്രാധാന്യമുണ്ട്. ആ നല്ല ബന്ധങ്ങളിലൂടെ നമ്മൾ എന്ന് വെച്ചാൽ ബിസിനസ് പാർട്ണർഷിപ്പുകൾ ഉണ്ടാകും. ഇപ്പൊ നിങ്ങളടുത്ത് ക്യാഷ് ഇല്ല, നിങ്ങൾക്ക് ക്യാഷ് ഇല്ലെങ്കിൽ എന്താ, ക്യാഷ് ഉള്ള ആൾക്കാരുണ്ടാകും. ആ ക്യാഷ് ഉള്ള ആൾക്കാരുടെ ക്യാഷ് വാങ്ങിച്ചിട്ട് നിങ്ങൾ എന്ത് വെച്ചാൽ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? നിങ്ങളുടെ ബിസിനസ് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് വളരും, പെട്ടെന്ന് വളരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പ്രോബ്ലം സോൾവ് ആയി. ബന്ധങ്ങളുള്ള ആൾക്കാർക്കാണ് അവസരങ്ങളുള്ളൂ. വിജയിക്കണമെന്നുണ്ടെങ്കിൽ, വളരണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മറ്റുള്ളവന്റെ പണം, മറ്റുള്ളവന്റെ ആശയം, മറ്റുള്ളവന്റെ സമ്പത്ത്, മറ്റുള്ളവന്റെ അധ്വാനം, അപ്പൊ ഇത് നമുക്ക് സപ്പോർട്ടായിട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ വി നീഡ് കണക്ഷൻസ്. നമ്മളെ വിശ്വസിക്കുന്ന നല്ല കണക്ഷൻസ് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ആൻഡ് ഫോർ ദാറ്റ് അതിനെന്ത് ചെയ്യണം? വി ഹാവ് ടു ബിക്കം എ ഗിവർ. ഒരു ഗിവറായി മാറണം. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ള മെന്റാലിറ്റി നമുക്കുണ്ടാകും. സോ മീനിങ് ഫുൾ ആയിട്ടുള്ള കണക്ഷൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളുമായിട്ട് നമ്മൾ ബന്ധത്തിലേക്ക് പോകുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ, വെറുതെ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നത് കോംപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യും. ഒരു ഉദ്ദേശശുദ്ധിയോട് കൂടിയിട്ടുള്ള നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കും. എന്റെ ലൈഫിലേക്ക് ഇദ്ദേഹവുമായിട്ട് ഞാൻ ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ എന്റെ ലൈഫിലേക്ക് ഗുണം ചെയ്യും, എന്റെ തൊഴിൽ മേഖലയിൽ ഗുണം ചെയ്യും, എന്റെ ബിസിനസ്സിൽ ഗുണം ചെയ്യും. അത് സെൽഫിഷ്നെസ് അല്ല. അദ്ദേഹത്തിന് ഞാൻ എങ്ങനെ ഗുണമുള്ള വ്യക്തിയായി മാറും, അത് നമ്മൾ ആലോചിക്കുന്നു. ക്ലിയർ ആണോ പറയുന്നത്? അദ്ദേഹത്തിന് നമ്മൾ എങ്ങനെ ഗുണമുള്ള വ്യക്തിയായി മാറും, അതും ആലോചിക്കുക. അദ്ദേഹത്തിനൊന്നും കൊടുക്കാതെ എനിക്ക് മാത്രം നേട്ടമുണ്ട് എന്നുള്ള രീതിയിലേക്ക് അങ്ങനെ നമ്മൾ ഒരിക്കലും ബന്ധം സ്ഥാപിക്കാൻ പോകും. ജെനുവിനായിട്ട് അദ്ദേഹത്തിന് നിങ്ങൾക്ക് അങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലായിരിക്കണം. അദ്ദേഹത്തിന്റെ ലൈഫിലെ ചലഞ്ചസിന് പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലായിരിക്കണം. സോ നമ്മൾ ചോദിക്കേണ്ടത് വെച്ചാൽ, ആർക്കാണ് ഞാൻ ആഗ്രഹിക്കുന്ന എന്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ലെവലിലേക്ക് എന്റെ ജീവിതം മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട് എഴുതി വെച്ചു. ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എന്റെ ജീവിതം മാറ്റിമറിക്കാൻ സാധിക്കുന്ന വ്യക്തികൾ ഏതെല്ലാം മേഖലയിലുണ്ട്, എവിടെ എനിക്ക് പോയിട്ട് മീറ്റ് ചെയ്യാം? എന്റെ മേഖലയിലേക്ക് എന്നെ വിജയിപ്പിക്കാൻ, വളർത്തി അല്ലെങ്കിൽ അതിലേക്ക് എത്തിക്കാൻ എന്നെ സഹായിക്കാൻ സാധിക്കുന്ന കഴിവുള്ള, അറിവുള്ള, റിസോഴ്സസ് ഉള്ള, ബന്ധങ്ങളുള്ള,
പണമുള്ള ആ ഒരു വ്യക്തി എവിടെയാണുള്ളത്, ഏത് ലൊക്കേഷനിലാണ്, എവിടെയാണുള്ളത്, അവർ ഏത് മേഖലയിൽ പ്രവർത്തിക്കും, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ന് വെച്ചാൽ ഒന്ന് ചോദിച്ചിട്ട് ഇവരൊത്തുകൂടുന്ന, ഇതിൽ ഇത്രയും സാധ്യതകൾ ഒത്തുകൂടുന്ന ചില ഫംഗ്ഷനുകളുണ്ടോ, ഇത്തരക്കാർ ഒത്തുകൂടുന്ന ചില ഫങ്ഷൻസ് ഉണ്ടോ? അങ്ങനെയാണ് എങ്കിൽ അതെവിടെ, ഞാൻ അടുത്തത് അവരുടെ പ്രശ്നങ്ങൾ എന്ത്, എന്നെ സഹായിക്കാൻ കഴിയുന്ന വ്യക്തികൾക്ക്, എന്നെ രക്ഷപ്പെടുത്താൻ സഹായിക്കാൻ കഴിയുന്ന വ്യക്തികൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണുള്ളത്, അതിൽ തന്നെ എനിക്ക് സോൾവ് ചെയ്യാൻ കഴിയുന്ന പ്രശ്നങ്ങളുണ്ട്, എനിക്ക് അവരെ എങ്ങനെ സഹായിക്കാൻ സാധിക്കും, എനിക്ക് അവരെ എങ്ങനെ സഹായിക്കാൻ സാധിക്കും. ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പൊ എന്താ നിങ്ങൾക്ക് മനസ്സിലായി? ഇപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ആർക്കെങ്കിലും എന്തെങ്കിലും കത്തിയോ? എന്തെങ്കിലും? And this is a question of possibility. This is a question of growth. This is a question of opportunity. അവസരങ്ങളുടെ ചോദ്യമാണ്. സമ്പൽ സമൃദ്ധി ക്രിയേറ്റ് ചെയ്യാനുള്ള ചോദ്യമാണ്. വളർച്ച കൊണ്ടുവരാനുള്ള ചോദ്യമാണ്. ഗ്രോത്തിനുള്ള ചോദ്യമാണ്. വളർച്ച മനസ്സിലാവുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അപ്പൊ ഇവരെവിടെയാണ്, ഇവരാരാണ്, ഇവർക്ക് എങ്ങനെ നമുക്ക് സഹായിക്കാൻ പറ്റും? മനസ്സിലാവുന്നുണ്ടോ? സോ ഗിവ് ആൻഡ് ടേക്ക്. ഫോർ നമ്മുടെ അധികം ആൾക്കാരുടെ പ്രശ്നം നമ്മൾ എന്താ വെച്ചാൽ നമ്മുടെ സ്വന്തം ലോകത്തിരിക്കാൻ, കംഫർട്ട് സോണിൽ ഇരിക്കും. നമ്മൾ ഇറങ്ങി ചെന്നിട്ട് എന്ത് ചെയ്യുന്നില്ല, കണക്ഷൻസ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. സോഷ്യലി ഗ്യാദർ ചെയ്യണം. വലിയ ബിസിനസ്സുകാരൊക്കെ എന്താ വെച്ചാല് അവർക്കൊക്കെ ഒരു റുട്ടീൻ ഉണ്ടായി. അവരെല്ലാ വ്യാഴാഴ്ചയും അല്ലെങ്കിൽ എല്ലാ ബുധനാഴ്ചയും അവർക്കൊരു സംഗമമുണ്ട്. അവരുടേതായിട്ടുള്ള പ്രൊഫഷണൽ ലെവലിലുള്ള ആൾക്കാർ തമ്മിലുള്ള ഒരു സംഗമം, ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ ബിൽഡ് ചെയ്യാൻ വേണ്ടി. നമ്മൾ നമ്മുടെ ലോകത്ത് മാത്രം ഒതുങ്ങി നിൽക്കും. യു വാണ്ട് ടു ഗ്രോ, യു ഹാവ് ടു ബിൽഡ് കണക്ഷൻസ്, യു ഹാവ് ടു ടോക്ക് ടു പീപ്പിൾ. മനസ്സിലാകുന്നു? ആസിയ ഋഷ ചോദിക്കുന്നു, ലൈക്ക് ഓക്കെ, ബന്ധങ്ങൾ വേണമെന്ന് മനസ്സിലായി, ഇങ്ങനെയുള്ള ബന്ധങ്ങൾ കണ്ടെത്തണം എന്ന് മനസ്സിലായി, വീട്ടിൽ തന്നെ നെഗറ്റീവ് എനർജി പാസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാകും, എന്ത് ചെയ്യും? പറയിടാവണ്ട, അതുണ്ടാകും. അവരെക്കാട്ടിലും എനർജി കൂട്ടണം. നമ്മളുടെ പ്രോഗ്രാമിൽ വന്നിട്ടുണ്ട് നിങ്ങൾ, നമ്മളുടെ ലോ ഓഫ് അട്രാക്ഷൻ ട്രെയിനിങ് ഉണ്ട്. ട്രെയിനിങ്ങിലേക്ക് നിങ്ങൾ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ യു ഷുഡ് കം, വരണം. നമ്മളുടെ അതിൽ ഹീലിംഗ് നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ എനർജി നമ്മൾ എന്തായിരിക്കണം, നല്ല രീതിയിൽ കൂട്ടിക്കൊണ്ടു പോകുക എന്നുള്ളത്. കാരണം ഈ പറഞ്ഞിരിക്കുന്ന വീട്ടിലുള്ള ആൾക്കാരെ നമുക്ക് ഒഴിവാക്കാൻ ചിലപ്പോൾ പറ്റില്ല. മനസ്സിലാകുന്നുണ്ട്? അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ അവരെ വരെ നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ഒരു ലെവൽ ഓഫ് അവയർനെസ്സും പവറും നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്താണെന്ന് അറിയും, അവിടുന്ന് ഇറങ്ങി ഒളിച്ചൊടി പോവുക എന്നുള്ളതാണ്. പക്ഷെ അത് അതിലേറെ വലിയ പ്രശ്നത്തിലേക്ക് ചിലപ്പോൾ നമ്മളെ കൊണ്ടെത്തി. നമ്മൾ വല്ലാണ്ട് ഒറ്റപ്പെടുകയും വല്ലാണ്ട് എനർജി ലോ ആവുന്ന ഒരവസ്ഥയിലേക്ക്, വല്ലാണ്ട് ഒരു മനസ്സിലാവുന്ന അൺഹെൽത്തി ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് അത് ചിലപ്പോൾ എത്തിച്ചു തരും. വലിയ കോംപ്ലിക്കേഷൻസ്. പിന്നെ നമുക്ക് തോന്നും, ഓ വേണ്ടായിരുന്നു, ഇതിലേറെ നല്ലത് കുറച്ചൊക്കെ നെഗറ്റീവ് ആയിരുന്നെങ്കിൽ അവിടെ നിൽക്കുകയായിരുന്നു. കാരണം അവിടെ ഒരു മനസ്സിലാവുന്നില്ല. നമ്മളത് നമ്മളുടെ പെർസ്പെക്റ്റീവ് ചേഞ്ച് ചെയ്ത് തുടങ്ങണം. നമ്മളെ ഷിഫ്റ്റ് ചെയ്ത് തുടങ്ങണം. നമ്മളെ അത്രയ്ക്കും എനർജി കൂട്ടി 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 കൂട്ടിക്കൊണ്ടിരണം. നമ്മൾ എന്താ വെച്ചാൽ നമ്മുടെ പെർസ്പെക്റ്റീവ് ചേഞ്ച് ചെയ്യുക, നമ്മുടെ മനോഭാവം ചേഞ്ച് ചെയ്യുക, നമ്മൾ വളരെ നല്ല രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക. യു ജസ്റ്റ് ബിൽഡ് യുവർ സെൽഫ്. ഭയങ്കര പവർഫുൾ ആയിട്ട് ബിൽഡ് ചെയ്തു. അത് ബിൽഡ് ചെയ്ത് നിങ്ങൾ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇവരെയൊക്കെ മാനേജ് ചെയ്യും. നമ്മൾ പലപ്പോഴും എന്താ വെച്ചാൽ കംപ്ലൈനിങ് മോഡിലേക്ക് നിൽക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ വീക്ക് ആവുന്നത്. ഇന്നലെയൊക്കെ നമ്മൾ ആ ഒരു കോഴ്സിൽ, നമ്മുടെ കോഴ്സിൽ ശരിക്കും പഠിപ്പിച്ചൊരു കാര്യം, നമ്മൾ കംപ്ലൈനിങ് മോഡിലേക്ക് നിൽക്കും. നമ്മൾ അതിന് പകരം എന്താ വെച്ചാൽ, ആസിയ ഋഷിയോട് എനിക്ക് പറയാൻ പറ്റുന്ന വെച്ചാൽ, സ്റ്റാർട്ട് പ്രാക്ടീസിങ് ഗ്രാറ്റിറ്റ്യൂഡ്. നന്നായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യും.
ഓക്കെ, ജസ്റ്റ് സ്റ്റാർട്ട് പ്രാക്ടീസിങ് ഗ്രാറ്റിറ്റ്യൂഡ് കണ്ടിന്യൂസ്ലി. അതെങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ എന്താ വെച്ചാൽ കോഴ്സിലേക്ക് നിങ്ങൾ വരും. ഇതിനാണ് നമ്മൾ നിങ്ങളെ കോഴ്സിലേക്ക് ക്ഷണിക്കുന്നത്. ലൈക്ക് ഐ വാണ്ട് യു ടു കം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം അനൗൺസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വീക്ക് നമ്മളുടെ മീറ്റപ്പ് നടക്കാൻ പോകും. നമ്മളുടെ കാലിക്കറ്റ് വെച്ചിട്ടാണ് നടക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണം. നെക്സ്റ്റ് സൺഡേ. ഓക്കെ, അടുത്ത ആഴ്ചയാണ് പരിപാടി. രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ഒത്തുകൂടുന്നു. ആൻഡ് വി ആർ ഗോയിങ് ടു ഹാവ് an amazing experience. ഓക്കെ, അപ്പൊ അത് കാലിക്കറ്റ് വെച്ചിട്ടാണ്, കാലിക്കറ്റ് വുഡീസ് ഹോട്ടൽ വെച്ചിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത്. വരിക. അത് മിസ് ചെയ്തിട്ടുണ്ട്. സോ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ എന്തെങ്കിലും മിസ് ചെയ്യാതെ പങ്കെടുക്കണം. ഓക്കെ, അപ്പൊ എന്തായാലും വരിക. വരാനുള്ള ആൾക്കാർ എന്താ വെച്ചാല് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ അതിന് ചെറിയൊരു ഫീ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വിൽ അനൗൺസ് ദാറ്റ്. എന്തായാലും എന്ത് ചെയ്യണം? പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോ ആസിയ റിഷ എന്ന് വെച്ചാൽ കം ടു ദ പ്രോഗ്രാം. ലൈവ് ആയിട്ടുള്ള പ്രോഗ്രാമിലേക്ക് വരിക. ഇത്തരത്തിലുള്ള എനർജിയൊക്കെ നമുക്ക് വെച്ചാൽ നല്ല രീതിയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും. ക്ലിയർ ആണല്ലോ? സോ കം ആൻഡ് ജോയിൻ. ഇനി അടുത്തത് എന്താണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്? വാട്ട് വി ആർ ടോക്കിംഗ് അബൌട്ട്. സോ നമ്മുടെ ലൈഫിൽ നമുക്ക് നല്ല രീതിയിലേക്ക് ബന്ധങ്ങൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ have a meaningful connection. Don't wait for others. Take the first step. നമ്മള് വ്യക്തികളുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലണം. നമ്മളൊരു ഫംഗ്ഷന് പോയി, അവിടുന്ന് ആൾക്കാരെ കാണുകയാണ്. ഈ കാണുന്ന സമയത്ത് നമ്മളിങ്ങനെ മടിച്ചു നിൽക്കരുത്. നമ്മൾ ആക്ഷൻ എടുക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ പറഞ്ഞിരിക്കുന്ന ആൾക്കാർ എവിടെയാണ് ഉള്ളത്, ഈ ആൾക്കാർ ഏത് രീതിയിലുള്ള ആൾക്കാരാണ്, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ, അങ്ങനെ അവർ ഒത്തുകൂടുന്ന ഫംഗ്ഷൻസ് ഉണ്ടാവും. ബിസിനസ്സുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ BNI എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്, ബിസിനസ് നെറ്റ്വർക്കിംഗ് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞിട്ട്. അത് ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം, അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് സെയിൽസ് കൊണ്ടുവരാനും സപ്പോർട്ട് ചെയ്യാനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു സംഗതിയാണ്. ഇപ്പൊ നമ്മളുടെ മീറ്റപ്പ്, നിങ്ങൾ വരിക. നമ്മുടെ മീറ്റപ്പിൽ വന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ആൾക്കാരെ പരിചയപ്പെടണം. എന്നിട്ട് അതിലൂടെ നിങ്ങൾ എന്താ വെച്ചാൽ പുതിയ ബന്ധങ്ങൾ ഉണ്ടാകണം. അതിലൂടെ പുതിയ അറിവുകൾ നേടണം. അതിലൂടെ പുതിയ തലങ്ങളിലേക്ക് നിങ്ങൾ ഉയരണം. അതിലൂടെ നിങ്ങൾക്ക് ഇപ്പൊ പറയല്ല അസിറഷി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വീട്ടിൽ പ്രശ്നങ്ങളുണ്ട്, ശരിയാണ്. പക്ഷെ വീട്ടിലെ പ്രശ്നങ്ങളൊന്നും പിന്നെ പ്രശ്നങ്ങളല്ലാതാവും. നിങ്ങൾക്ക് പുറത്ത് നല്ല സുഹൃത്തുക്കൾ ഇല്ലാത്തത് കൊണ്ടാണ്. വീട്ടിലുള്ള സംഗതികൾ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല സുഹൃത്തുക്കൾ, നല്ല സൗഹൃദങ്ങൾ, നല്ല കണക്ഷൻസ് നിങ്ങൾക്ക് വേണം. സോ യു ഹാവ് ടു കം ഔട്ട്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഹെൽത്തി ആയിരിക്കണം. അൺഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ പോകരുത്. നമുക്ക് എന്താ വെച്ചാൽ പലപ്പോഴും നമ്മൾ സംഭവിക്കുന്ന ഒരു കാര്യം, വീട്ടിൽ നിന്നോ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നോ നമുക്ക് കിട്ടേണ്ട പരിഗണനയോ സ്നേഹമോ മറ്റുള്ള കാര്യങ്ങൾ കിട്ടാതെ വരുമ്പോൾ അത്രയും ട്രോമ അനുഭവിച്ചതുകൊണ്ട് അതിന് ട്രോമ റെസ്പോൺസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? മറ്റടിക്ക് അൺഹെൽത്തി ആയിട്ടുള്ള ബൗണ്ടറി ഇല്ലാത്ത റിലേഷൻഷിപ്പിലേക്ക് പോകും. അതിലേക്ക് പോകാതെ ഹെൽത്തി ആയിട്ടുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല ഉദ്ദേശത്തോടു കൂടി മാത്രം ഉദ്ദേശിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് അവിടെ എന്താ വെച്ചാൽ ഒരു ഒരു സാന്ത്വന അല്ല കിട്ടേണ്ടത്. നമുക്ക് അവിടെ എന്താ വെച്ചാൽ ഒരു ഭയങ്കരമായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയാ, ടു മച്ച് കെയറിങ്ങോ അല്ലെങ്കിൽ ടു മച്ച് ആയിട്ടുള്ള ഒരു അൺഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പോ സംഗതികളോ അറ്റാച്ച്മെന്റ് അല്ല അവിടെ നടക്കേണ്ടത്. അറ്റാച്ച്മെന്റിലേക്ക് പോകാതെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിലുള്ള ഒരു സേഫ് സ്പേസ്, ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം, അതാണ് നമുക്ക് വേണ്ടത് എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത്തരത്തിലുള്ള ഫംഗ്ഷനിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കണം. ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. യു ഹാവ് ടു ഗെറ്റ് ഔട്ട് ആൻഡ് യു ഹാവ് ടു ഗോ ആൻഡ് മീറ്റ് പീപ്പിൾ. അപ്പൊ ഫംഗ്ഷനിൽ പോയിട്ട് ആൾക്കാരെ പരിചയപ്പെടണം. മനസ്സിലാവുന്നുണ്ടോ? സോ ജിഷ പറയുന്നത്, ഐ വാണ്ട് ടു ബി എ ബോൾഡ് ലേഡി. ലൈക്ക് യു ഹാവ് ടു, യു ആർ ഓൾ ബോൾഡ്. നമ്മളെല്ലാവരും ബോൾഡ് ആണ്. പ്രോബ്ലം എന്താ വെച്ചാൽ നമ്മുടെ കംഫർട്ട് സോണിലാണ് നമ്മൾ ബോൾഡ്. നമ്മുടെ കംഫർട്ട് സോണിന് പുറത്ത് കിടന്ന്, വീട്ടിൽ നമ്മൾ ആരാണ്? വീട്ടിൽ നമ്മളെ കഴിഞ്ഞിട്ട് വേറെ ആരുമില്ല. നമ്മൾ കിടന്ന് ഭരിക്കും നമ്മുടെ വീട്. നമ്മളൊക്കെ ബോൾഡാണ്, നമ്മുടെ കംഫർട്ട് സോൺ. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു ബോൾഡ്നെസ് എന്ന് പറയുന്നത്, നമ്മൾക്ക് ബൗണ്ടറീസ് സെറ്റ് ചെയ്യുമ്പോഴാണ് ബോൾഡ്നെസ് ഉണ്ടാവുക. ബൗണ്ടറീസ് സെറ്റ് ചെയ്യും. എന്താണ് ബൗണ്ടറീസ്? എന്നോട് ഒരാളെ എങ്ങനെ പെരുമാറാൻ പാടുള്ളൂ, ഞാൻ അയാളോട് ഈ രൂപത്തിലേക്ക് അടുക്കുള്ളൂ, എനിക്ക് ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ സംസാരിച്ചാൽ മതി, എനിക്ക് ഇങ്ങനെയുള്ള ഇത് നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് യുവർ ബൗണ്ടറി ആൻഡ് ദാറ്റ്സ് കോൾഡ് ബോൾഡ്നെസ്. ബോൾഡ്നെസ് എന്ന് പറയുന്നത് ആരോടും എന്തും പറയാ, അല്ലെങ്കിൽ
അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ അറഗന്റ് ആയിട്ടോ ഭയങ്കര സ്ട്രോങ് ആയിട്ടോ ഒപ്പീനിയൻസ് സംസാരിക്കുന്നൊന്നുമല്ല. ബോൾഡ്നെസ് എന്ന് പറയുന്നത് ഹാവിങ് ഹെൽത്തി ബൗണ്ടറീസ്. ദാറ്റ്സ് കോൾഡ് ബോൾഡ്നെസ്. നോ പറയേണ്ട സമയത്ത് നോ പറയാൻ കഴിയുക. അപ്പോൾ അത്തരത്തിലുള്ള രീതിയിലേക്ക് ചിന്തിച്ചിട്ടെന്ന് വെച്ചാൽ യു ഹാവ് ടു ഗെറ്റ് ഔട്ട് ആൻഡ് ബിൽഡ് കണക്ഷൻസ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല കണക്ഷൻസ്. അപ്പൊ ഉദ്ദേശശുദ്ധി ക്ലിയർ ആയാൽ മതി. നല്ല ഉദ്ദേശശുദ്ധിയോട് കൂടിയിട്ട് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കും. നിങ്ങളെ നിങ്ങളുടെ കരിയറിൽ നിങ്ങളുടെ മേഖലയിൽ വിജയിക്കാൻ സഹായിക്കും നല്ല ബന്ധങ്ങൾ. ആ നല്ല ബന്ധങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ചേ പറ്റും. യു ഹാവ് ടു ഗോ ആൻഡ് മീറ്റ് പീപ്പിൾ. പക്ഷെ ഒരു കാര്യമുണ്ട്, എപ്പോഴും ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ നിങ്ങളുടെ പർപ്പസ് എന്താണ്, നിങ്ങൾ എന്തിനാണ് അത്തരത്തിലുള്ള ഒരു ബന്ധങ്ങളിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കണക്ഷനിലേക്ക് നിങ്ങൾ ബിൽഡ് ചെയ്യുന്നത്, അത് മറക്കാതിരിക്കും. കരിയർ ലെവലിലുള്ള തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഈ മേഖലയിൽ നിങ്ങളെ രക്ഷപ്പെടുത്താൻ സഹായിക്കുന്ന സേഫ് സ്പേസ് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ മെന്റൽ ഹെൽത്തിന് നല്ലൊരു സപ്പോർട്ട് സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ് ഇത് എന്നുള്ളത് ഒരിക്കലും മറക്കാതിരിക്കും. എന്നിട്ട് നല്ല രീതിയിൽ ഉദ്ദേശത്തിൽ എന്ത് ചെയ്യുക നല്ലത്. പിന്നെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാം ഈ പറഞ്ഞത് ഒരു രൂപത്തിൽ നമ്മൾ. അപ്പൊ അത് നമുക്ക് എന്താ വെച്ചാൽ നല്ല ഗ്രോത്തും വളർച്ചയും സംഗതികളൊക്കെ നമുക്ക് നൽകും. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ ഈ രൂപത്തിൽ നിങ്ങളുടെ ലൈഫിൽ എന്താ വെച്ചാൽ ഈ രൂപത്തിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ചേഞ്ചും കാര്യങ്ങളും നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റണം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് യു ഹാവ് ടു ടേക്ക് ഇനീഷ്യേറ്റീവ്. അവരുടെ റേഡിയസിലേക്ക് നിങ്ങൾ ചെല്ലണം. നിങ്ങൾ എന്തായിരിക്കണം, അവരോട് ചെന്നിട്ട് ഹലോ പറയും, സംസാരിക്കേണ്ടി വരും ചിലപ്പോൾ. അല്ലാതെ അവരിങ്ങോട്ട് വരും, ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ എന്നുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പൊ എന്നോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കം ആൻഡ് ആസ്ക്. ഞാൻ എന്തോ ആണ് എന്നുള്ള രീതിയിൽ ഡിസ്റ്റൻസിൽ നിന്നിട്ട് എന്തോ ഒരു പേടിച്ച് നിൽക്കരുത്. ജസ്റ്റ് ഗോ ആൻഡ് ആസ്ക്. നമ്മളൊരാളെയും കൊല്ലാനോ ബുദ്ധിമുട്ടാക്കാനോ പ്രയാസമാക്കാനോ അല്ലല്ലോ. നമ്മുടെ ഉദ്ദേശം ക്ലിയർ ആയിരിക്കും എന്ന് വിചാരിച്ച് ചോദിച്ചു എന്ന് വിചാരിച്ചിട്ട് ഒരാൾ നമ്മളോട് നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്തോളം എന്നില്ല. ഇത് അവരുടെ ചോയ്സാണ്. അങ്ങനെയുണ്ട്. അപ്പോ ചോദിക്കേണ്ട പണി, നമ്മളുടെ പണി നമ്മൾ എന്ത് ചെയ്യാം. അപ്പൊ റൈറ്റ് ആയിട്ടുള്ള ആളാണ് അദ്ദേഹം റെസ്പോണ്ട് ചെയ്യുകയാണ്, നിങ്ങളോട് നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് റെസ്പോണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈസ് ദ റൈറ്റ് പേഴ്സൺ ഓർ ഷീ ഈസ് ദ റൈറ്റ് പേഴ്സൺ. റൈറ്റ് ആയിട്ടുള്ള ആളാണ്. ഇനി ഹെൽത്തി ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല, അൺഹെൽത്തി ആയിട്ടാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ തീരെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹി മൈറ്റ് നോട്ട് ബി ദ റൈറ്റ് പേഴ്സൺ, അല്ലെങ്കിൽ ഹി ഓർ ഷീ മൈറ്റ് നോട്ട് ബി ഇൻ ദ റൈറ്റ് മൂഡ്, അല്ലെങ്കിൽ റൈറ്റ് സിറ്റുവേഷനിലായിരിക്കില്ല. അത് അവരുടെ സിറ്റുവേഷൻ നമുക്കറിയില്ല. അപ്പൊ മേ ബി നല്ല രീതിയിലുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കില്ല ആളുള്ളത്, അല്ലെങ്കിൽ ആൾ ബിസി ആയിരിക്കാം. അപ്പൊ ചിലപ്പോൾ നേരിട്ട് പോയി മീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും എന്താണെന്നുള്ളത്, നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഫോണിലൂടെയോ അല്ലെങ്കിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് പലപ്പോഴും എന്ന് വെച്ചാൽ നമുക്കത് മനസ്സിലായിക്കോണമെന്നില്ല. സോ ആൾക്കാർ അവരുടെ റെസ്പോൺസ് എന്താണെന്നുള്ളത് നോക്കിയിട്ട് ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യാം. ഒരു തവണ അപ്രോച്ച് ചെയ്തിട്ട് വലിയ മൈൻഡ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ, മൈൻഡ് ഇല്ല എന്നുള്ളതല്ല, ഫോണിലാണ് അപ്രോച്ച് ചെയ്യുന്നതെങ്കിലോ വാട്സപ്പിലോ മെസ്സേജിലോ നിങ്ങൾ അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് അപ്രോച്ച് ചെയ്ത് നോക്കുക. തീരെ റെസ്പോൺസ് ഇല്ലാന്നുണ്ടെങ്കിൽ മേ ബി യു ആർ ബിസി, നിങ്ങൾ ബിസി ആണ് എന്ന് തോന്നുന്നു, നിങ്ങൾ ഫ്രീ ആവണമെന്നുണ്ടെങ്കിൽ ഒരു മെസ്സേജ് അയച്ചാൽ നന്നായിരുന്നു. ഇനി ചില ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അവർ പറയുന്നൊരു കാര്യം വെച്ചാൽ സാർ എന്തായാലും ഇത് കേട്ടിട്ട് റിപ്ലൈ തരണം. അപ്പൊ നമ്മൾ റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് പിന്നെയും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരും, അല്ലെങ്കിൽ കൂടുതൽ വലിയ ക്വസ്റ്റ്യൻസ് വരും. നമ്മളെപ്പോഴും ഒരാളുടെ ടൈം അല്ലെങ്കിൽ ഒരാൾക്ക് ഇത് എത്രത്തോളം എന്താ പറയുക പ്രയാസം ഉണ്ടാക്കുമോ ബുദ്ധിമുട്ടുണ്ടാക്കുമോ എന്നുള്ളതൊക്കെ ഒന്ന് ആലോചിച്ച് അവർക്ക് ഈ ജോലി എളുപ്പമാകുന്ന രൂപത്തിലായിരിക്കണം നമ്മൾ എന്ത് കാര്യവും ഒരു ഹെൽപ്പും ചോദിക്കണം. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അദ്ദേഹമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ എപ്പോഴും എന്താ വെച്ചാൽ അത് സ്മൂത്ത് ആയിട്ട് മറ്റൊരാൾക്ക് പ്രയാസമില്ലാത്ത രൂപത്തിൽ എന്തായിരിക്കണം അത് അവതരിപ്പിക്കണം. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരുപാട് ടൈം അതിലേക്ക് പോകുന്ന രൂപത്തിലോ, അല്ലെങ്കിൽ വ്യക്തികളുടെ അവർക്ക് അതൊരു അധ്വാനമായി മാറും. അത് എളുപ്പമാക്കി കൊടുക്കണം. നമ്മൾക്ക് ചെയ്തു തരേണ്ട ഹെൽപ്പ് അവർക്ക് നമ്മൾ എന്ത് ചെയ്യണം, അത് എളുപ്പത്തിൽ നമുക്ക് ചെയ്തു തരാൻ പറ്റുന്ന രൂപത്തിലേക്ക് കംഫർട്ടബിൾ ആക്കണം. നിങ്ങളെ ഹെൽപ്പ് ചോദിക്കുകയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ബന്ധപ്പെടുകയാണെങ്കിൽ പോലും, കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ പോലും അത് വളരെ സ്മൂത്ത് ആയിരിക്കണം, ഒരു ഹെൽപ്ഫുൾ ആയിരിക്കണം, വളരെ ക്ലിയർ ആയിരിക്കണം അതിലെ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ അതൊക്കെ പഠിക്കാനുണ്ട്. അത് നമ്മളെന്താ വെച്ചാൽ ഒരു ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്ക് വാട്സപ്പിൽ എനിക്ക് ഒരാൾ മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുക എന്ന് വെച്ചാൽ 30 സെക്കൻഡ്സിന്റെ
ക്ലിപ്പായിട്ട് നിങ്ങൾ അയക്കാമെന്ന് പറയും. ചില ആൾക്കാർ 7 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ റെക്കോർഡ് ചെയ്തായി. അവർക്ക് ചോദിക്കാനുള്ള ചോദ്യം ഉണ്ട്, അവരുടെ പ്രശ്നങ്ങൾ പറയാനുണ്ടോ. ഈ 10 മിനിറ്റ് മുഴുവൻ ഇരുന്ന് കേൾക്കണ്ടേ ഞാൻ? അപ്പൊ അത് കേൾക്കാനുള്ള 10 മിനിറ്റിന് സമയമില്ലേ? അത്രയ്ക്കും വലിയ ജാടയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. അതുകൊണ്ടല്ല, അത് ചിലപ്പോൾ കേൾക്കുക എന്ന് പറയുന്നത് ചിലപ്പം അത്ര കണ്ട് നമുക്ക് പക്ഷേ അതൊരു എളുപ്പമാകുന്നത് എങ്ങനെയാണ്? 30 സെക്കൻഡ്സിന്റെ നമ്മൾ 3, 4, 5 ക്ലിപ്പ് ഉണ്ടെങ്കിലും നമുക്കത് അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല. അതിങ്ങനെ കേട്ട് അതൊരു സ്മൂത്ത്നെസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള സംഗതികളില്ല. അപ്പൊ നമുക്ക് പെട്ടെന്ന് എന്താ വെച്ചാൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഓടിച്ചു പോകാൻ പറ്റും. അതേപോലെ നമ്മൾ ആൾക്കാരുമായിട്ട് ബന്ധം നേരിട്ട് നമ്മൾ മീറ്റ് ചെയ്തിട്ട് ബന്ധങ്ങൾ സ്ഥാപിക്കുകയാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ രൂപത്തിൽ തന്നെ ആൾക്കാരുടെ പേഴ്സണൽ, ആൾ ഓക്കെ ആണോ, ബിസി ആണോ, ആളുടെ ബോഡി ലാംഗ്വേജ് നോക്കുക, ആളുടെ മൂഡ് നോക്കുക, എന്നിട്ടെന്ന് വെച്ചാൽ എന്തൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യാൻ പോയി പരിചയപ്പെടുക. അല്ലാതെ ഒറ്റയടിക്ക് കയറിയിട്ട് നമ്മൾ അങ്ങ് പരിചയപ്പെട്ട് നമ്മൾ വല്ലാത്ത ഹാപ്പി മൂഡിലായിരിക്കാം, നമ്മൾ വല്ലാത്ത എനർജറ്റിക് മൂഡിലായിരിക്കാം, എന്നിട്ട് നമ്മൾ അങ്ങ് ഇടിച്ചു കയറി സംസാരിച്ച് അങ്ങനെയല്ലാതെ ആളെ ഒന്ന് നോക്കുക, നിരീക്ഷിക്കുക, ആൾ ഓക്കെയാണ്, കംഫർട്ടബിൾ ആണോ, അല്ലെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, നീ കംഫർട്ടബിൾ അല്ലെങ്കിലും ചെന്നിട്ട് ചോദിക്കുക, ദിസ് ഈസ് ദ റൈറ്റ് ടൈം ടു ടോക്ക്, ഓക്കെ ആണ്, നിങ്ങൾ ബിസി ആണോ, ഒന്ന് സംസാരിക്കാൻ പറ്റുമോ, എന്താണ്, ആർ യു ഓക്കെ എന്ന് ചോദിച്ചു. അല്ലെങ്കിൽ എന്താ പറയുക, നമുക്കത് കാണുമ്പോൾ നമുക്കെന്ന് വെച്ചാൽ സംസാരിക്കാൻ പറ്റുന്നതാണോ, ഒരു കാര്യം ചോദിച്ചിട്ട് പെർമിഷനോട് കൂടി എന്ത് ചെയ്ത് സംസാരിക്കാൻ ശ്രമിക്കുക. ചില കേസിലെന്ന് വെച്ചാൽ അതിന്റെ ആവശ്യം ഉണ്ടാവില്ല, അതല്ലാതെ തന്നെ പോയിട്ട് എന്ത് ചെയ്ത് സംസാരിക്കും. സോ വി ഹാവ് ടു ടേക്ക് ദ ഇനീഷ്യേറ്റീവ്. നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ സ്പേസിലേക്ക് അവരവിടെ വന്നിരിക്കുന്നത്, ഇപ്പൊ ഇത്തരത്തിലുള്ള നെറ്റ്വർക്കിംഗ് ഇവന്റ്സുകളാണെന്നുണ്ടെങ്കിൽ അവരുടെ വന്നിരിക്കുന്നത് തന്നെ പരിചയപ്പെടാനാണ്. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ കൂടുതൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചിന്തിക്കേണ്ട, നമ്മൾ എന്ത് ചെയ്യുക, പരിചയപ്പെട്ടുകൊണ്ടേയിരിക്കും. ആൾക്കാരെ നിരത്തിന് അപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കീപ്പ് എ സ്മൈൽ, നല്ലൊരു പുഞ്ചിരിയോട് കൂടിയിട്ട്, നല്ലൊരു ഉദ്ദേശത്തോട് കൂടിയിട്ട് ഈ മനുഷ്യനെ എനിക്ക് പരിചയപ്പെടണം, എനിക്ക് എന്തെങ്കിലും ഈ മനുഷ്യന് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് അറിയാൻ ശ്രമിക്കുക, അദ്ദേഹത്തിന്റെ ആവശ്യങ്ങളെ കുറിച്ച് അറിയാൻ ശ്രമിക്കുക, അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് അറിയാൻ ശ്രമിക്കുക, അദ്ദേഹത്തെ കുറിച്ച് അറിയാൻ ശ്രമിക്കുക. അതിലൂടെ അദ്ദേഹത്തിന് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എനിക്കുണ്ടോ എന്നുള്ളതും കൂടെ അറിയാൻ ശ്രമിക്കുക. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഓഫർ ചെയ്യുന്നതിലൂടെ ആ ബന്ധം നല്ല രീതിയിലേക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. എസ് ഓർ നോ എന്നൊരു ഉദ്ദേശം, തിങ്കിങ് ആണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ഹലോ, ഇസ് ഇറ്റ് എ ഗ്രേറ്റ് ഐഡിയ? ഇസ് ഇറ്റ് ദ ഗ്രേറ്റ് അപ്രോച്ച്? ഏറ്റവും വളരെ നല്ലൊരു അപ്രോച്ച് ആണോ? ഇങ്ങനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്കും റിസൾട്ട് കിട്ടും, അദ്ദേഹത്തിനും റിസൾട്ട് കിട്ടും. ശരിയാണോ? കാരണം നിങ്ങൾക്കും നല്ല റിസൾട്ട് കിട്ടും, അദ്ദേഹത്തിനും നല്ല റിസൾട്ട് കിട്ടും. അപ്പൊ ആ രൂപത്തിൽ നമ്മൾ എന്താ വെച്ചാൽ നല്ല ബന്ധങ്ങൾ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കണം. സേ ഹായ്, ആൾക്കാരോട് എന്ത് ചെയ്യുക, ഹായ് അങ്ങോട്ട് പറയാ. ഹായ് പറയാൻ ഭയങ്കര പ്രയാസമാണ് പലരും. ഹായ് ഹലോ പറഞ്ഞിട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഗോ ആൻഡ് എൻ്റർ ദ റേഡിയസ്. അവരുടെ ഒരു എന്താ പറയാ തൊട്ടടുത്തേക്ക് അങ്ങോട്ട് ചെന്നിട്ട് എന്ത് ചെയ്യുക, ആ സ്പേസിലേക്ക് ചെന്നിട്ട് എന്ത് ചെയ്യുക, സംസാരിക്കുക. യു ഹാവ് ടു. ബട്ട് ആൾ ബിസി ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് ആൻഡ് സ്റ്റോപ്പ് യുവർ സെൽഫ് ഫ്രം ബീങ് നെഗറ്റീവ് ഓഫ് ദ ഇവന്റ് ആൻഡ് പീപ്പിൾ. നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്. ഇവിടെ 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 വലിയ ആൾക്കാരാണ്, ഇവിടെ വലിയ എന്നെ പോലുള്ള ആൾക്കാരല്ല, ഇവിടെ വലിയ അവർക്ക് ഞാൻ ബോൾഡ് അല്ല, ഇവരൊക്കെ ഭയങ്കര ബോൾഡാണ്, അല്ലെങ്കിൽ ഭയങ്കര ബിസിനസ്സുകാരാണ്, ഇവരൊക്കെ ഒരുപാട് കണക്ഷൻസ്, ഇവർ തമ്മിൽ നല്ല പരിചയമുണ്ട്, എനിക്കൊന്നും അറിയില്ല, ഞാൻ പുതിയ ആളാണ്, ഇങ്ങനെയുള്ള രീതിയിലേക്ക് എന്താ വെച്ചാൽ നെഗറ്റീവ് തിങ്കിങ്ങിലേക്ക് പോകും. സ്റ്റോപ്പ് യുവർ സെൽഫ് ഫ്രം ബീങ് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ സ്റ്റോപ്പ് ചെയ്യും. വി ഹാവ് ടു ബി വെരി പോസിറ്റീവ്. അതൊന്നും സാരമില്ല, എല്ലാം നല്ല രീതിയിൽ വർക്കൗട്ട് ആയിക്കോളും അങ്ങ് പറയാ. ഒരൊറ്റ ഡയലോഗ് തന്നെ ഭയങ്കര പവർഫുൾ ആണ്. ഞാൻ വെറുതെ ചിന്തിച്ച് കൂട്ടണ്ട. മനസ്സിലാവുന്നുണ്ടോ? ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ പല ആൾക്കാർക്കുള്ള പ്രശ്നമാണ്, ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർക്കുള്ള പ്രശ്നമാണ്. ഇവിടെയുള്ള ആൾക്കാർ, ഇവരിപ്പോ എന്നെ എങ്ങനെ വിചാരിക്കുക, ഇവരൊക്കെ ഒരു വലിയ ആൾക്കാരാണ്, ഞാൻ എങ്ങനെ ഇവരെ അപ്രോച്ച് ചെയ്യും, ഞാൻ ഇവരെ ഇങ്ങനെ ഇവരുടെ അടുത്തേക്ക് എങ്ങനെ ഞാൻ ചൊല്ലും, ഇങ്ങനെയുള്ള രീതിയിൽ തിങ്കിങ് ഉണ്ടോ അല്ലെ? ഒരു കല്യാണ ഫംഗ്ഷനിലോ എന്ത് ഫംഗ്ഷനിൽ പോയി കഴിഞ്ഞാലും സംസാരിക്കണം, ആക്റ്റീവാണ്, കാര്യങ്ങൾ ചെയ്യുന്ന ആഗ്രഹിച്ചു, എന്നാലും ഉള്ളിലേക്ക് വലിഞ്ഞ് 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 നിൽക്കുക. ഇവരിപ്പോ എന്നെ പറ്റി എന്ത് വിചാരിക്കും? ഇവർക്ക് നിങ്ങളെ പറ്റി എന്ത് വിചാരിക്കലല്ല അവരുടെ ജോലി. ഇവരുടെ ജോലി എന്ന് പറയുന്നത് ഇവർക്ക് എന്താണോ അവരുടേതായിട്ടുള്ള ഇതേപോലെ പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നവരായിരിക്കും അധികം ആൾക്കാർ. മനസ്സിലാവുന്നുണ്ടോ? ഹലോ. അപ്പോ മറ്റുള്ളവർ, നമ്മൾ ആ ഒരു സാഹചര്യത്തെ കുറിച്ച് നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്. അടുത്തത്, അവരുമായിട്ട് ഒരു നെഗറ്റീവ് രീതിയിൽ അപ്രോച്ച് ചെയ്യരുത്. ഒരാളെ പരിഹസിച്ചുകൊണ്ടോ തമാശ പറഞ്ഞുകൊണ്ടോ അല്ല അപ്രോച്ച് ചെയ്യുന്നത്.
വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് പോസിറ്റീവായിട്ട് സംസാരിച്ച് തുടങ്ങും. അതേപോലെ തന്നെ നിങ്ങൾ സംഭാഷണം തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എതിരഭിപ്രായമുള്ള ഒരു കാര്യം അയാൾ പറഞ്ഞു, അയാൾ പറഞ്ഞാൽ പോലും നമ്മൾ എന്ത് ചെയ്യരുത്, അത് ഭയങ്കരമായിട്ട് ആർഗ്യൂ ചെയ്യരുത്. വളരെ ഹെൽത്തി ആയിട്ട് അത് അദ്ദേഹത്തിന്റെ ഒരു ഒപ്പീനിയൻ ആണ്, അത് അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായമാണ് എന്ന രീതിയിലായിരിക്കണം നമ്മൾ സംസാരിക്കുന്നത്. അത് അല്ലെങ്കിൽ നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ് സ്പ്രെഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അദ്ദേഹത്തിന് നമ്മളായിട്ട് ബന്ധം സ്ഥാപിക്കാൻ താല്പര്യം ഉണ്ടാവും. എല്ലാവരുടെയും അഭിപ്രായങ്ങളെ മാനിക്കാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടാവും ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ ബിൽഡ് ചെയ്യുന്നത്. എന്നിൽ നിന്ന് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള ഒരാളാണ്, എന്നിൽ നിന്ന് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള മതപരമായ കാഴ്ചപ്പാടുള്ള ഒരാളാണ്, അദ്ദേഹത്തിന് മതപരമായിട്ടുള്ള വിശ്വാസം പോലും ഇല്ലാത്ത ആളാണ്, അല്ലെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് മതപരമായ വിശ്വാസിയാണ്. ഇങ്ങനെയുള്ള പല ഡിഫറൻസുകളും തമ്മിലുണ്ടാവും വ്യക്തികളിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലം. അപ്പൊ വേറൊരാളുടെ കാഴ്ചപ്പാടിനെ വളരെ നല്ല രീതിയിലേക്ക് അത് റെസ്പെക്ട് ചെയ്യാൻ, നിങ്ങൾക്ക് നിങ്ങളുടെ കാഴ്ചപ്പാട് എത്ര കണ്ട് ഇമ്പോർട്ടന്റ് ആണോ അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൂ, അതുപോലെ ആ കാഴ്ചപ്പാടിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന ഒരു അവസ്ഥ, മറ്റൊരാളുടെ കാഴ്ചപ്പാടിനെ റെസ്പെക്ട് ചെയ്യാം. അതിനർത്ഥം അത് ഫോളോ ചെയ്യണമെന്നല്ല, അത് ബിലീവ് ചെയ്യണമെന്നല്ല, അത് അംഗീകരിക്കണമെന്നല്ല. ലെറ്റ്സ് അഗ്രി ടു ഡിസഗ്രി എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട്. അഗ്രി ടു ഡിസഗ്രി, ഡിസഗ്രി ചെയ്യാൻ വേണ്ടിയിട്ട് പരസ്പരം അഗ്രി ചെയ്യാം. ദാറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ അവിടെ എന്തായി ബന്ധങ്ങൾ, അധികം ആൾക്കാരും ബന്ധങ്ങൾ സ്ഥാപിക്കുമ്പോൾ പ്രശ്നം ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ അതെങ്ങനെ ശരിയാകണം, ഒന്ന് പോയി അതൊന്നും ശരിയല്ല. നമ്മൾ ഈ ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ, ആൾക്കാർ ലൈക്ക് കമന്റ് ബോക്സിൽ കിടന്നിട്ട് അടി കൂടുന്നത്. ഇറ്റ്സ് വെരി ബാഡ്. ഇത് കാണുമ്പോൾ പുറത്ത് നിന്ന് നമുക്ക് ഇങ്ങനെ എനിക്ക് കാണുമ്പോൾ ഞാനിങ്ങനെ കമന്റ് ബോക്സ് ഇങ്ങനെ വായിക്കും, ഭയങ്കര മോശമായിട്ടാണ്, ഭയങ്കര ചിരി വരും കാണും. ആൾക്കാർ തമ്മിൽ എന്താ വെച്ചാൽ ഇൻവോൾവ്ഡ് ആകുന്നത് കാണും. അപ്പൊ അതുകൊണ്ട് വെച്ചാൽ അൺഹെൽത്തി ആയിട്ടുള്ള വിഷയം, നമ്മൾ ക്വാളിറ്റി റിലേഷൻഷിപ്പ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അൺഹെൽത്തി ആയിട്ടുള്ള സംഭാഷണങ്ങൾ, സംഗതികളിൽ നിന്ന് പരമാവധി വിട്ടു ഹെൽത്തി ആയിട്ടുള്ള സംഭാഷണങ്ങളിലേക്ക് മാത്രം പോകും. ക്ലിയർ ആണോ? ഓക്കെ, അത്തരത്തിലുള്ള സംഗതികളിലേക്ക് മാത്രം പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്ത് വരണം. അടുത്തത് എന്താണ്? അപ്പൊ നമ്മൾ എപ്പോഴും എന്താ വെച്ചാൽ പോസിറ്റീവായ ഒരു വൈബ്രേഷനിൽ, പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ആൾക്കാരോട് എന്ത് ചെയ്യാൻ സംസാരിക്കാം. നെക്സ്റ്റ് വരുന്നത് കണക്ട് ആൻഡ് മൂവ്. ഡോണ്ട് സ്റ്റേ വിത്ത് വൺ പേഴ്സൺ ടിൽ ദ എൻഡ് ഓഫ് ദ ഇവന്റ്. ഒരു ഫംഗ്ഷനിൽ നിങ്ങൾ പങ്കെടുക്കുകയാണെങ്കിൽ ഒരാളോട് മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ചില ആൾക്കാരുണ്ട്. ചില ആൾക്കാരെ കിട്ടിക്കഴിഞ്ഞാൽ അവരുമായിട്ട് മാത്രം സംസാരിച്ച് അങ്ങനെ പോകും. ചില സമയത്ത് അത് ഉപകാരപ്പെടും. നിങ്ങൾക്ക് പറ്റിയ റൈറ്റ് ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിലേക്ക് നിങ്ങളെ അദ്ദേഹത്തിന്റെ ആ ഒരു ബന്ധം നല്ല രീതിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും എന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾക്ക് അത്തരത്തിലുള്ള ബന്ധങ്ങൾ എന്ത് ചെയ്യാം, വളരെ ഡെപ്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് സമയം ചെലവഴിക്കുക. എന്നാൽ പോലും ഒരാളിൽ മാത്രം ഒതുങ്ങുന്ന രൂപത്തിലേക്ക് ബന്ധങ്ങൾ പോരുത്. ഒരു നെറ്റ്വർക്കിംഗ് ഇവന്റിലാണ് നിങ്ങൾ പോകുന്നത് എങ്കിൽ ഒരാളുമായിട്ട് കണക്ട് ചെയ്യുക, ഒരു 10-15 മിനിറ്റ് സംസാരിക്കുക, അടുത്ത ആളിലേക്ക് പോവുക. അതേപോലെ തന്നെ എല്ലാവരുമായിട്ട് കണക്ട് ചെയ്യണം എന്ന തിങ്കിങ്ങും പാടില്ല. അത് നിങ്ങൾ ആരെയും കിട്ടാത്ത അവസ്ഥയുണ്ട്. കാരണം ഒരാളുമായിട്ട് നല്ലൊരു മീനിങ്ഫുൾ കണക്ഷൻ ബിൽഡ് ചെയ്ത് വരില്ല. അപ്പൊ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഒരു 5-6 ആൾക്കാർ നല്ല കണക്ഷൻസ് കിട്ടിയാൽ മതി. അപ്പൊ ആ സംസാരിക്കുന്ന സമയം എന്താ വെച്ചാൽ ഒരാളോട് മാത്രം കണ്ടിന്യൂസ്ലി സംസാരിച്ചൊരു സമയം കളഞ്ഞു പോരുത്. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു 4-5 അല്ലെങ്കിൽ ഒരു 10 പേരൊക്കെ ബന്ധപ്പെട്ടാൽ മതി. ഒരു ചെറിയതാണെങ്കിലും അത് മീനിങ് ആയിട്ടുള്ള നല്ല കണക്ഷൻസ് ആക്കാൻ വേണ്ടി ശ്രമിക്കുക. സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്ത് തുടങ്ങും അത് യൂസ്ഫുൾ ആണോ, ഹെൽത്തി ആണോ ഇദ്ദേഹം എന്നുള്ളത്. കാരണം ഈ നെറ്റ്വർക്കിംഗ് ഇവന്റ്സിലേക്ക് വരുന്നതും എല്ലാവരും ഒന്നും ചിലപ്പോൾ നമുക്ക് ഹെൽത്തി ആയിക്കൊള്ളുന്നില്ല. അവിടെയും പല ഉദ്ദേശത്തിലും പല രീതിയിലും വരുന്നവരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ എല്ലാവരെയും നമ്മൾ അതിൽ അങ്ങോട്ട് അന്ധമായിട്ട് വിശ്വസിക്കേണ്ട. ചില ആൾക്കാരുമായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് വൈബ് കണക്ട് ആവുന്നില്ല, അല്ലെങ്കിൽ മാച്ച് ആവുന്നില്ല, അല്ലെങ്കിൽ നല്ല രീതിയിലേക്ക് ഒരു ഇത് വരുന്നില്ല, യു മൂവ് ഓൺ ഫാസ്റ്റർ. അടുത്ത ആളിലേക്ക് എന്ത് ചെയ്യപ്പെട്ടു വിളിയാൻ ശ്രമിക്കുക. ബട്ട് വട്ട് എവർ ഇറ്റ് ഈസ്, യു ഹാവ് ടു ബിൽഡ് കണക്ഷൻസ് വിത്ത് റൈറ്റ് പീപ്പിൾ. റൈറ്റ് ആയിട്ടുള്ള ആൾക്കാരിലേക്ക് എന്ത് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ഗിവ് ഫസ്റ്റ് ആൻഡ് റിസീവ് ലേറ്റർ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഷോ അതേഴ്സ് ദാറ്റ് യു ആർ വിൻ വിൻ പേഴ്സണാലിറ്റി. നിങ്ങളൊരു വിൻ വിൻ പേഴ്സണാലിറ്റി ആണ് എന്നുള്ളത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. നിങ്ങൾ ഗിവ് ഫസ്റ്റ് ആൻഡ് റിസീവ് ലേറ്റർ. നിങ്ങൾക്ക് കിട്ടാനുള്ളത് പിന്നീട് കിട്ടിയാൽ മതി, പക്ഷെ അങ്ങോട്ട് കൊടുക്കാനുള്ളത് അതിപ്പോ കൊടുക്കുന്ന ആളായി മാറും. ബി എ ഗിവർ ആൻഡ് ഗിവ് ഫസ്റ്റ്. ആദ്യം കൊടുക്കുന്ന ഒരാളായി മാറും, ആദ്യം തന്നെ കൊടുക്കുന്ന ആളായി മാറും. അദ്ദേഹം നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കാൻ അല്ലെ,
നിങ്ങൾ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഇങ്ങോട്ട് തരാൻ ബാധ്യസ്ഥനാണോ? ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിന്റെ അൺകോൺഷ്യസ് മൈൻഡിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുമോ നിങ്ങളെ സഹായിക്കാം? അപ്പൊ എപ്പോഴും കൊടുക്കുന്ന ഒരാളായിട്ട് മാറും. ബി എ ഗിവർ ഫസ്റ്റ്. ക്ലിയർ ആണോ? ബി എ ഗിവർ ഫസ്റ്റ്. കൊടുക്കുന്ന ഒരാളായിട്ട് മാറും, ഹെൽപ്പ് ചെയ്യുന്ന ഒരാളായിട്ട് മാറും. അദ്ദേഹത്തിന്റെ പ്രോബ്ലംസ് കേൾക്കുകയും അദ്ദേഹത്തിന്റെ അത് ജെനുവിൻ ആയിരിക്കണം. അൺഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കരുത്. മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യുന്നു, എന്നിട്ട് പിന്നീട് പറ്റിക്കുന്ന സംഗതിയാണ്. ഈ അറിവ് ഞാനീ പറയുന്ന അറിവ് ശരിക്കും ഒരേ രീതിയിൽ നിങ്ങൾ ഹെൽത്തി ആയിട്ട് നല്ല രീതിയിലേക്ക് വരാം. ഇന്നല്ലെങ്കിൽ നാളെ കർമ്മ തിരിച്ചു വരും. നിങ്ങൾ എവിടെയും എത്തില്ല. അതുകൊണ്ട് ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. അതാ ബന്ധം വഷളാക്കുള്ളൂ, കോംപ്ലിക്കേറ്റഡ് ആക്കുള്ളൂ, പ്രയാസത്തിലാക്കുള്ളൂ. ദാറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി ഹെൽത്തി. സോ യു ഹാവ് ടു മാനേജ് ഇൻ എ ഹെൽത്തി വേ. യു ഹാവ് ടു ബി വെരി റെസ്പോൺസിബിൾ, വെരി എത്തിക്കൽ. എത്തിക്കലായിട്ട് റെസ്പോൺസിബിൾ ആയിട്ട് പെരുമാറിയേ പറ്റും. നമ്മൾ അധികം ആൾക്കാരുടെയും പ്രശ്നം ലൈഫിൽ നമ്മൾ റെസ്പോൺസിബിൾ അല്ല എന്നുള്ളത്. ബന്ധങ്ങൾ ബിൽഡ് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും ഒരു ലോങ് ടേം, ഒരു ഷോർട്ട് ടേം കംഫർട്ട് മാത്രം നോക്കി ലോങ് ടേം കംഫർട്ട് നോക്കാതെ ഷോർട്ട് ടേം ഡിസ്കംഫർട്ട് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോങ് ടേം ഡിസ്കംഫർട്ടിനെ ഇഗ്നോർ ചെയ്യും. ഷോർട്ട് ടേം ആയിട്ടുള്ള ഡിസ്കംഫർട്ടിനെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. എന്നിട്ട് ലോങ് ടേം ഡിസ്കംഫർട്ട് എന്ത് ചെയ്യും? വെൽക്കം ചെയ്യും. പലപ്പോഴും എന്താ വെച്ചാല് we have to be very responsible and ethical when it comes to building relationship, when it comes to making commitments. കാരണം ലൈഫിൽ എന്താ വെച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ ഒരു എക്സാമ്പിൾ ലൈക്ക് നമ്മളിപ്പോ ഒരാളുമായിട്ട് എന്താ വെച്ചാൽ നമ്മൾക്ക് എളുപ്പത്തിൽ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരാളായിട്ട് ബന്ധം സ്ഥാപിക്കുക. അയാൾക്ക് എന്ത് ചെയ്യുന്നു? ഹെൽപ്പ് ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ അയാളിൽ നിന്ന് എന്ത് ചെയ്യുന്നു? നമുക്ക് കിട്ടേണ്ടതിൽ നമുക്ക് ലഭിക്കുന്നു. എന്നിട്ട് പിന്നെ അയാളോട് നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യാതിരിക്കും, നല്ല രീതിയിൽ ആ ബന്ധം മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കും, അല്ലെങ്കിൽ ഓവറായിട്ട് അദ്ദേഹത്തിന് പ്രോമിസ് ചെയ്യുന്നു, ഓവറായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു, എന്നിട്ട് അദ്ദേഹത്തിന് അത് ഡെലിവർ ചെയ്യാതിരിക്കും. ദാറ്റ് ഈസ് നോട്ട് എത്തിക്കൽ. മനസ്സിലാവുന്നുണ്ടോ? ലോങ് ടേം ഹാപ്പിനെസ് ആണ് നമ്മൾ എപ്പോഴും എന്താ വെച്ചാൽ ചൂസ് ചെയ്യേണ്ടത്. യെസ്, ഷോർട്ട് ടേം ഹാപ്പിനെസ് അല്ല. ഷോർട്ട് ടേം ഹാപ്പിനെസ് നമുക്ക് തരുമ്പോൾ നമ്മൾ ചെറിയ പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന റിസൾട്ടിലായിരിക്കും നമ്മളൊക്കെ കണ്ണുകൾ പതിയുക. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പതിയുന്നവർക്ക് എന്താ വെച്ചാൽ അതിൽ പ്രാധാന്യം കൊടുത്ത് പെട്ടെന്ന് എനിക്ക് ഇപ്പം നമ്മുടെ ഡെസ്പറേഷൻ ആയിരിക്കും, നമ്മളിപ്പം നമ്മളൊരു വല്ലാത്തൊരു ഡിസ്കംഫർട്ടിലായിരിക്കും. ആ ഡിസ്കംഫർട്ട് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അങ്ങനെ പോകാതെ, അങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിച്ചാൽ നമ്മൾ ലോങ് ടേമിൽ നമുക്ക് ഒരു നല്ല പേരുണ്ടാവില്ല വ്യക്തികളുടെ ഇടയിൽ. കാരണം നമ്മൾ എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും. നമ്മുടെ റെപ്യൂട്ടേഷൻ നമുക്ക് നഷ്ടപ്പെടും. വി ഹാവ് ടു ബിൽഡ് ഇൻ ദ റൈറ്റ് വേ. ബന്ധങ്ങൾ നമ്മൾ ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ വി ഷുഡ് നോട്ട് യൂസ് പീപ്പിൾ. ആൾക്കാരെ ഉപയോഗിക്കരുത്. നമുക്ക് അറിവുണ്ടെന്ന് വിചാരിച്ചിട്ട്, ബുദ്ധി ഉണ്ടെന്ന് വിചാരിച്ചിട്ട്, ഇങ്ങനെയൊക്കെയാണ് സൈക്കോളജി വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയെന്ന് വിചാരിച്ചിട്ട് വി ഷുഡ് നോട്ട് യൂസ്. യു ഷുഡ് ബി വെരി റെസ്പോൺസിബിൾ ആൻഡ് എത്തിക്കൽ. നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യണം? അത് ചെയ്തു കൊണ്ടുപോകാം. അപ്പൊ അതെപ്പോഴും നമ്മൾ എന്താ വെച്ചാൽ ഷോർട്ട് ടൈം കുറച്ച് ഡിസ്കംഫർട്ട് ആണെങ്കിലും, തുടക്കത്തിൽ നമുക്ക് അധികം ലാഭമില്ലെങ്കിൽ പോലും, തുടക്കത്തിൽ നമ്മളെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ലെങ്കിൽ പോലും ജെനുവിൻ ആയിട്ട് ഉള്ളത് കുറച്ച് മതി, നല്ലത് ബിൽഡ് ചെയ്യുക. ഒരുപാടുണ്ടാവുന്നതിലല്ല കാര്യം. ഉള്ളത് കുറച്ച് മതി, നല്ലത് ബിൽഡ് ചെയ്യുക, ഹെൽത്തി ആയിട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക. അപ്പോഴാണ് ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ, വാല്യൂ ഉണ്ടാവുള്ളൂ, റെസ്പെക്ട് ഉണ്ടാവുള്ളൂ. ഒരുപാട് നോ പറയേണ്ടി വരും. കാണുന്നതിനോടെല്ലാം എക്സൈറ്റ്മെന്റ് തോന്നുക, എന്നിട്ട് അതിന്റെ പിന്നാലെ പോകുക. നിങ്ങൾ എവിടെയും എത്തില്ല. കമ്മിറ്റഡ് ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യണം? പോകണം. ബേസ് ലൈൻ ഹംബിൾനെസ് റൺ റൈറ്റ് സർ. യെസ്, നമ്മൾ എപ്പോഴും എന്താ വെച്ചാൽ നമ്മൾ ജെനുവിൻ ആയിട്ട് ഹംബിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? എഫേർട്ട്. വി ഹാവ് ടു വർക്ക് ഹാർഡ്. ബിൽഡിങ് എ റിലേഷൻഷിപ്പ് ആൻഡ് മെയിൻറ്റെയിനിങ് എ റിലേഷൻഷിപ്പ് ഇസ് എ ജെനുവിൻ എഫേർട്ട് ആവശ്യമുള്ള ഒരു കാര്യമാണ്. ആൾക്കാരെ വിളിച്ചേ പറ്റൂ, സംസാരിച്ചേ പറ്റൂ. ഈസി ആയിട്ട് സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ ചെയ്തു പോകാന്ന് പറയുന്നത് ദാറ്റ്സ് നോട്ട് ദ റൈറ്റ് വേ. എവ്രിതിങ് നീഡ്സ് വർക്ക്. അതിന് എഫേർട്ട് ആവശ്യമാണ്. എല്ലാത്തിനും
വളരെ ജെന്യുവൻ ആയിട്ടുള്ള എഫേർട്ട് ആവശ്യമാണ്. യു ഹാവ് ടു പുട്ട് എഫേർട്ട്, ജെന്യുവൻലി എഫേർട്ട് ഇട്ടേ പറ്റും. വി ഹാവ് ടു ബി വെരി സിൻസിയർ. സിൻസിയർ ആവുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യം, ജെന്യുവൻ ആവുക എന്ന് പറയുന്നത് കുറച്ച് പണിയുള്ള കാര്യം. ബട്ട് അതാണ് ലോങ് ടേമിൽ നല്ല സസ്റ്റൈനബിൾ ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് നൽകാം. ലോങ് ടേമിൽ നല്ല രീതിയിലുള്ള റിസൾട്ട് നമ്മളിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കും. ഒരുപാട് വ്യക്തികളെ നമുക്ക് അങ്ങനെ കാണാൻ പറ്റും. അവർ കുറച്ച് സ്ലോ ആയിരിക്കും, കുറച്ച് എന്താ പറയുക, കുറച്ചുകൂടെ എന്താ വെച്ചാൽ ഒരു 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 എഫേർട്ട് എടുത്തിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. സോ ബിൽഡിങ് എ റിലേഷൻഷിപ്പ് നമ്മൾ ടൈം എടുത്തിട്ട് ബിൽഡ് ചെയ്താൽ മതി. പെട്ടെന്ന് ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത്, പെട്ടെന്നെല്ലാം കിട്ടണമെന്ന് ആഗ്രഹിക്കരുത്. നമ്മൾ ആൾക്കാർ നമ്മൾ വിചാരിച്ചതുപോലെ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ പോലും ഗിവ് അപ്പ് ചെയ്യും. അവരെ അങ്ങോട്ട് ഹെൽപ്പ് ചെയ്ത് you have to give, be genuine, be responsible. You just try again and again and again, and giving and again and again and again. You have to put effort. You just do your part, your ethical part. നിങ്ങളുടെ എത്തിക്കൽ ആയിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള ആ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള പാർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക, ആൻഡ് റിസൾട്ട് വിൽ കം. യു ഡോണ്ട് നീഡ് ടു ബി വറീഡ്. അധികം ആൾക്കാരെന്ന് വെച്ചാൽ, എത്തിക്കൽ അല്ലാത്ത ആൾക്കാരെന്ന് വെച്ചാൽ, ദേ വിൽ ബി വറീഡ് അബൌട്ട് ദ റിസൾട്ട്. If you are worrying about the result, that means you are so desperate and you are not ethical. You are in insecurity. You are in an unhealthy situation. അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കാൻ സാധ്യതയുള്ളത്? You may create unhealthy. You may break your boundaries. You may get into trouble. So അതിലേക്ക് പോകരുത്. ക്ലിയർ ആണോ? We have to be very careful. ഡെസ്പിറേഷനിൽ നമ്മൾ ഓരോന്നിലേക്കും എക്സൈറ്റ്മെന്റിൽ ചെന്ന് ചാടരുത്. നമ്മൾ അത്രയും എന്താ പറയുക, എക്സൈറ്റ്മെന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യരുത്, ഇറങ്ങി. ഇറ്റ്സ് ഓക്കെ, ലെറ്റ് ഇറ്റ് റൺ സ്ലോലി. സ്ലോ ആയിട്ട് കാര്യങ്ങൾ പൊയ്ക്കോട്ടെ, സാരമില്ല. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? പതിയെ പതിയെ, വൺ ബൈ വൺ, പതിയെ നമ്മൾ കാര്യങ്ങൾ റെഡിയാക്കി എടുക്കും എന്നുള്ള രീതിയിലുള്ള ഒരു എഫേർട്ട്. അപ്പൊ അത് പക്ഷെ നമ്മൾ മടി പിടിച്ചിരിക്കല്ല, നമ്മൾ നമ്മുടെ ടൈം നല്ല രീതിയിൽ ഉപയോഗിക്കണം. നമ്മൾ പണിയെടുക്കുന്നതിൽ ബിസി ആയിരിക്കും, നമ്മൾ നമ്മളുടെ ടൈം വേസ്റ്റ് ആയി കളയരുത്. വി ഹാവ് ടു മേക്ക് എഫേർട്സ്, വി ഹാവ് ടു മേക്ക് ഡിസിഷൻ, വി ഹാവ് ടു പുട്ട് എഫേർട്സ്, വി ഹാവ് ടു ബി വർക്കിംഗ് അവർ ലൈക്ക് നമ്മൾ നമ്മളുടെ ആ ഒരു നമ്മളുടെ പണി നമ്മൾ എടുത്തുകൊണ്ടിരിക്കണം, അതിൽ നമ്മൾ ബിസി ആയിരിക്കും. അതിനെക്കുറിച്ചായിരിക്കണം നമ്മൾ ലൈക്ക് ക്ലിയർ ആയിക്കൊണ്ടിരിക്കണം. സോ ബിൽഡ് ദ കണക്ഷൻ ഇൻ ദ റൈറ്റ് വേ. മീനിങ് ആയിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള, റൈറ്റ് ആയിട്ടുള്ള, എത്തിക്കൽ ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുക, നല്ല റെസ്പോൺസിബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. അധികം ആൾക്കാരും ഈ ബന്ധങ്ങളിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, അധികം ആൾക്കാരും യൂസ് ചെയ്യുന്നവർ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, സ്വന്തം പ്ലഷറിന് വേണ്ടിയിട്ട്, സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട്, സ്വന്തം കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ബന്ധങ്ങൾ ബിൽഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും അങ്ങനെയാവരുത്. ഇറ്റ് ഷുഡ് ബി എത്തിക്കൽ, ഇറ്റ് ഷുഡ് ബി മ്യൂച്വൽ ബെനിഫിഷ്യൽ, മ്യൂച്വൽ സപ്പോർട്ടീവ് ആയിരിക്കണം. ഞാൻ കാരണം തൊട്ടപ്പുറത്തുള്ള ഒരാൾക്ക് വേദന അനുഭവിക്കാൻ കാരണം അദ്ദേഹം ട്രോമയിലൂടെ കടന്നു പോകാൻ ഒരു അവസരം ഉണ്ടാകും. ആൻഡ് ദാറ്റ് വിൽ ബി എ വെരി ഡേഞ്ചറസ് തിങ് ദാറ്റ് യു ക്യാൻ ഡു ടു യുവർസെൽഫ്. നമുക്ക് നമ്മളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ, നമ്മുടെ വളർച്ചയ്ക്ക് തടസ്സമാകുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വേറൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക, വേറൊരാളെ യൂസ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. കാരണം നമ്മുടെ ലോവർ എനർജിയിലേക്ക് അത് പോകും, നമ്മളുടെ എനർജി ലോ ആക്കാൻ അത് പ്രശ്നമാകും. ക്ലിയർ ആണോ പറയുന്നത്? ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും ഒരു അവസരത്തെ വളരെ സെൽഫിഷ് ആയിട്ട്? അങ്ങനെ നിങ്ങൾ വേറൊരാളെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ നോട്ട്, മനസ്സിലാവുന്നു, ദാറ്റ് വിൽ നോട്ട് ലാസ്റ്റ്. നിങ്ങളുടെ ആ ഗ്രോത്ത് ഒരിക്കലും എന്തെയില്ല, മുന്നോട്ട് പോകും. അത് കിടന്ന് സ്ട്രഗിൾ ചെയ്തുകൊണ്ടേയിരിക്കും. അത് കാരണം എന്ന് വെച്ചാൽ, അതിന് നമ്മൾ ചിലർ പറയുന്നത് വെച്ചാൽ അല്ലേ, കേഴ്സ് ആണെന്ന് പറയും, ശാപമാണെന്ന് പറയും. അത് ശാപോ കേഴ്സ് എന്നുള്ളതൊന്നുമല്ല. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ചെയ്തത് എന്താണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ വെച്ചാല്, അത് അറിയുന്നത് കൊണ്ട് ഓട്ടോമാറ്റിക്കലി എന്താ വെച്ചാൽ ആ ഒരു ഗിൽട്ട് ഫീലിംഗ് ഉള്ളിൽ ക്യാരി ചെയ്യും, ഒരു നെഗറ്റീവ് എനർജി ക്യാരി ചെയ്യും. ഈ നെഗറ്റീവ് എനർജി ക്യാരി ചെയ്യും നമ്മൾ എന്നും എന്താ വെച്ചാൽ എത്രയും നമുക്ക് പിന്നെ അതൊരു പാറ്റേൺ ആയി മാറും. Then we become a totally a different person. We will become a person who will be using people. So
നമ്മൾ അത്തരത്തിലുള്ള രീതിയിൽ നമ്മൾ ഒരിക്കലും എന്തെങ്കിലും വി ഹാവ് ടു ബി വെരി കെയർഫുൾ. കാരണം അത് നമ്മളെ നശിപ്പിക്കും, നമ്മളുടെ ഗ്രോത്തിനെ അത് ഡൗൺ ആക്കി കളയും. സോ ബിൽഡ് കണക്ഷൻസ് ഇൻ ദ റൈറ്റ് വേ, പുട്ട് എഫേർട്ട്. പണിയെടുക്കല്ലാതെ വേറെ വഴിയില്ല. ഷോർട്ട് കട്ടുകളായിട്ട് ആൾക്കാരെ ഉപയോഗിക്കരുത്. നമ്മുടെ വഴികളിലേക്ക് പോകാനുള്ള ഷോർട്ട് കട്ടായിട്ട് ആൾക്കാരെ കാണരുത്. But you need help, you should get help from them. That should be there. But be very clear. Whenever you are making promise, be very clear. Be very clear. എല്ലാവരോടും പോയിട്ട് എല്ലാ പ്രോമിസും കൊടുക്കാതിരിക്കും. ഫുൾഫിൽ ചെയ്യാൻ കഴിയാത്ത പ്രോമിസുകൾ കൊടുക്കാതിരിക്കും. അണ്ടർ പ്രോമിസ്, ഓവർ ഡെലിവർ. ഓവർ പ്രോമിസ് കൊടുത്തിട്ട് അണ്ടർ ഡെലിവറി ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാകും. അണ്ടർ പ്രോമിസ്, ഓവർ ഡെലിവർ. കുറച്ച് പ്രോമിസ് കൊടുത്ത് കൂടുതൽ ഡെലിവറി ചെയ്യും. പരമാവധി അങ്ങനെ ചെയ്യാൻ ശ്രമിക്കും. നമ്മൾ പ്രോമിസ് കൊടുക്കുന്ന കുറയ്ക്കുക. നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ഇത്രയേ ഉള്ളൂ, പക്ഷെ നമ്മൾ ഇത്രയും ഡെലിവറി എന്താ. ദാറ്റ് ഈസ് ദ വേ ഇറ്റ് ഷുഡ് ബി. സോ ദെൻ പീപ്പിൾ വിൽ ബി വാല്യൂയിങ് us. മനസ്സിലാവുന്നുണ്ടോ? അത് നല്ല രീതിയിലേക്ക് എന്താ വെച്ചാൽ ബന്ധങ്ങൾ നമ്മൾ ആ രൂപത്തിലേക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ ആൾക്കാരോട് എന്താ വെച്ചാൽ ഒരു വിൻ വിൻ മെന്റാലിറ്റിയിലേക്ക് ഓഫർ ഹെൽപ്പ് ടു കണക്ട് സം വൺ ദേ വാണ്ട് ടു ടോക്ക്. ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും ഒരാളെ പരിചയപ്പെട്ടു, അദ്ദേഹത്തിന് ഉപകാരപ്പെടുന്ന ഒരു കണക്ഷൻ നിങ്ങൾക്കുണ്ട്. ചിലപ്പോൾ അവിടെ തന്നെ ഉണ്ടാവാം, ആ സ്ഥലത്ത് തന്നെ ഉണ്ടാവാം, ആ ഫംഗ്ഷനിൽ തന്നെ ഉണ്ടാവാം. ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇന്ന ആളെ ഒന്ന് പോയി മീറ്റ് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് എന്ത് കണക്ട് ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ ഈ ആളെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഉപകാരവും, ഞാൻ അയാളുടെ നമ്പർ തരാം എന്ന് പറയും. യു ട്രൈ ടു ഹെൽപ്പ് പീപ്പിൾ ബൈ കണക്ടിങ്, ബൈ ഹെൽപ്പിംഗ് ടു കണക്ട് വിത്ത് അതർ പീപ്പിൾ. മറ്റുള്ള ആൾക്കാരുമായിട്ട് എന്താ വെച്ചാൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അവർക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. സെൽഫിഷ് ആവരുത്. എൻ്റെ അടുത്ത് തന്നെ ഇയാൾ വരണം, എൻ്റെ അടുത്ത് തന്നെ പഠിക്കണം, എൻ്റെ അടുത്ത് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കണം, എൻ്റെ അടുത്ത് തന്നെ സർവീസ് എടുക്കണം. നമ്മളടുത്ത് ഇല്ലാത്ത സർവീസ് ഉണ്ട് എങ്കിൽ അദ്ദേഹത്തിന് അതാണ് ഏറ്റവും ആപ്റ്റ് എങ്കിൽ അത് അദ്ദേഹത്തിന് എന്ത് ചെയ്യണം, കണക്ട് ചെയ്ത് കൊടുക്കും. നിങ്ങൾക്ക് പറ്റിയത് ഇതാണ്. അപ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ നേരത്തെ പറഞ്ഞല്ലോ, എത്തിക്കലാണ്, വളരെ ലാസ്റ്റിംഗ് ആണ്, വളരെ നല്ല രീതിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യും, അതിന്റെ ഒരു ബ്ലെസ്സിങ് എപ്പോഴും നിങ്ങളുടെ കൂടെ, അതിന്റെ ഒരു സപ്പോർട്ടിങ്, ആ ഒരു മനുഷ്യൻ നിങ്ങളെ പറ്റി മറ്റുള്ളവരോട് പറയുന്നത്. ബിക്കോസ് ദാറ്റ് ഈസ് ദ വേ ഇറ്റ് ഷുഡ് ഗ്രോ. വി ഷുഡ് ഹാവ്, നമ്മുടെ ഏറ്റവും വലിയ വാല്യൂ അല്ലെങ്കിൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് സോഷ്യൽ നെറ്റ്വർക്ക് ആണ്. ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് പീപ്പിൾ ആണ്. ഓക്കെ, സോ എപ്പോഴും നല്ല രീതിയിലേക്കുള്ള ഒരു എന്താ പറയാ, നല്ല രീതിയിലേക്ക് ഗൈഡ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് പോകണം. നമ്മള് ശരിക്കും മ്യൂച്വൽ ബെനഫിറ്റിന് എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്താ വെച്ചാല് ബി വെരി ക്യൂരിയസ്. നിങ്ങൾ ഒരാളുടെ വിഷയത്തിൽ നല്ല ഇൻട്രസ്റ്റഡ് ആവും. യു ഷുഡ് ബി വെരി ഇൻട്രസ്റ്റിംഗ് പേഴ്സൺ. നല്ല ഇൻട്രസ്റ്റോട് കൂടിയിട്ട് സംസാരിക്കണം. അവരോട് നല്ല രീതിയിൽ എന്താ വെച്ചാൽ ഇൻട്രസ്റ്റോട് കൂടിയിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങളും അവരുടെ പ്രശ്നങ്ങൾ വളരെ ജെന്യൂൻ ആയിട്ട് താല്പര്യത്തോടു കൂടി കേൾക്കും. ആ കേൾക്കുന്ന സമയത്ത് ആ താല്പര്യം നിങ്ങൾക്കുണ്ട് എന്ന് അഭിനയിക്കല്ല വേണ്ടത്. ബട്ട് അറ്റ് ദ സെയിം ടൈം ആളോട് സംസാരിക്കുമ്പോൾ ഇതൊരു ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് ആളുടെ സംസാരം കേൾക്കുമ്പോൾ ബോറടിക്കുന്ന രൂപത്തിലേക്ക് നിൽക്കരുത്. മറിച്ച് കുറച്ച് താല്പര്യത്തോട് കൂടിയിട്ട് അദ്ദേഹത്തിൽ ചാഞ്ഞു നിന്നുകൊണ്ട് വളരെ ഇൻട്രസ്റ്റോട് കൂടി, ഐ കോണ്ടാക്ടോട് കൂടിയിട്ട്, താല്പര്യം നിങ്ങളുടെ ശരീരത്തിൽ ജെന്യൂൻ ആണെങ്കിൽ അത് പുറത്തേക്ക് വരും, എക്സ്പ്രസ് ചെയ്യണം. അല്ലാതെ ഒരു ബോറടിക്കുന്ന രൂപത്തിൽ നമ്മളിങ്ങനെ ബോറടിക്കുന്ന രൂപത്തിൽ ഇരിക്കുക, ഇൻട്രസ്റ്റ് ഇല്ലാതിരിക്കരുത്. ആൾക്കാരുടെ ബന്ധങ്ങൾ സ്ഥാപിക്കുമ്പോൾ, കോൺവെർസേഷൻ നടത്തുമ്പോൾ, ആഹാ നിങ്ങൾ ഇങ്ങനെ പ്രൊജക്റ്റ് ആണോ ചെയ്യണേ, ഓ അത് 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 നിങ്ങൾ എന്നാ സ്റ്റാർട്ട് ചെയ്ത്, അങ്ങനെയുള്ള വളരെ എക്സൈറ്റഡ് ആയിട്ട്, വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട്, വളരെ ക്യൂരിയസ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ എന്ത് ചെയ്യും, ആ എനർജിയിലേക്ക് എന്ത് ചെയ്യും, നിങ്ങളോട് ഭയങ്കര ബോണ്ടിങ് ഉണ്ടാവും. സോ ഇത്തരത്തിൽ ആക്റ്റീവായിട്ടുള്ള ലിസണിങ് വളരെ നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യണം നമ്മൾ മുന്നോട്ട്. ഇതിനൊക്കെ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് സൺഡേ നമ്മുടെ മീറ്റപ്പ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. സോ കം ആൻഡ് ജോയിൻ. താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യണം, മീറ്റപ്പിലേക്ക് താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, ജസ്റ്റ് എന്ത് ചെയ്യുക, ഞാനിവിടെ പറയുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, മെസ്സേജ് അയക്കും. ഓക്കെ, 8086 775.
ശരത്തിന്റെ നമ്പർ ഒന്ന് വെക്കാവോ? ശരത്തിന്റെ നമ്പർ ഒന്ന് കൊടുക്കാവോ? ആ നമ്പർ ഒന്ന് പോസ്റ്റ് ചെയ്തേ. നിങ്ങൾ ഈ നമ്പറിലേക്ക് എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യും. സോ ടൈം എപ്പോഴാണ്? രാവിലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ മോർണിംഗിൽ 9 AM 10 AM ഇടയിലുള്ള ഒരു സമയമായിരിക്കും. 9:30 എന്നുള്ളൊരു സമയമായിരിക്കും. ദെൻ വിൽ ബി ഹാവിംഗ് ടിൽ ഈവനിങ് 5, 5 മണി വരെ, വൈകുന്നേരം 5 മണി നമ്മൾ ഒത്തുകൂടുന്നു, നല്ല രീതിയിലേക്ക് എന്തെങ്കിലും ടൈം സ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ അതിലേക്ക് വരിക. ഓക്കെ, അവിടെ രജിസ്ട്രേഷൻ ഉണ്ടാവും. അപ്പോൾ ആ രജിസ്ട്രേഷന്റെ പ്രോസസ്സും കാര്യങ്ങളിലേക്ക് നിങ്ങൾ വരിക. കമന്റ് ജോയിൻ. കാലിക്കറ്റ് വെച്ചിട്ടായിരിക്കും, കാലിക്കറ്റ് വുഡീസ് ഹോട്ടലിൽ വെച്ചിട്ട്. ഓക്കെ, കാലിക്കറ്റ് വെച്ചിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത്. വരണം, വന്നിട്ട് എന്ത് ചെയ്യണം, പങ്കെടുക്കണം. കൂടുതൽ ഡീറ്റെയിൽസ് വരും ദിവസങ്ങളിലെ മോർണിംഗ് ക്ലാസ്സിലും ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യുന്നതാണ്. എന്തായാലും വന്നിട്ട് നമുക്ക് ഹീലിംഗ് ചെയ്യാം, നമുക്ക് ഹെൽപ്പ് ചെയ്യാം. ലെറ്റ്സ് ബിൽഡ് ദിസ് കമ്മ്യൂണിറ്റി. ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ? ജസീറ പറയുന്നത് ഇതിന്റെ തലേ ദിവസമാകും അല്ലേ? അങ്ങനൊരു പ്രോബ്ലം ഉണ്ട്. തലേ ദിവസം ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിന്റെ ഒരു കോംപ്ലിക്കേഷൻസ് ഉണ്ടല്ലേ? എന്തായാലും ഇങ്ങനെയുള്ള ചില സംഗതികൾ അറിയുമ്പോഴാണ് നമുക്കതിന് ചിലപ്പോൾ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. ലെറ്റ് സി വാട്ട് ഹാപ്പൻസ്. ഡേറ്റ് മാറ്റേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കും. ബട്ട് സ്റ്റിൽ നമുക്ക് നോക്കാം. റിയലി യൂസ്ഫുൾ റിമൈൻഡർ ആണ് അനീസ. താങ്ക് യു സോ മച്ച്. എനിവേ, ഇന്നത്തെ ക്ലാസ് ഉപകാരപ്പെട്ടോ? എന്തെങ്കിലും പുതിയ അറിവ് കിട്ടിയോ? എവറിഡേ വി ആർ ട്രൈങ് അവർ ബെസ്റ്റ് ടു ബ്രിങ് സംതിങ് ന്യൂ. പുതിയ നോളജ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ്. ഓക്കെ, ലെറ്റ്സ് ഗ്രോ ടുഗദർ. താങ്ക് യു. നിങ്ങളുടെ അവയർനെസ് നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. എവറിഡേ ക്ലാസ് തന്നിട്ട് ആ കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുക, അവയർനെസ് ഉണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ക്ലാസ്സുകളൊക്കെ കമ്മ്യൂണിറ്റിയിലേക്ക് സുഹൃത്തുക്കളെ വിളിക്കുക. താങ്ക് യു. Nithya will learn new knowledge. Thank you so much. Have a great day. Thank you. Thank you so much. Have a great day. And today is Sunday. Enjoy your weekend with your family. ഫാമിലിയുടെ കൂടെ നല്ല രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്യുക. Enjoy your time. Go to movies. Be with your parents. Spend quality time. Okay? All right. Have a great day. Thank you. Thank you so much. Precious morning diamonds. Thank you. Very informative. Sheila. Thank you. താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ. ഒരുപാട് പേര് താങ്ക്സ് പറയുന്നുണ്ട്. വീണ്ടും താങ്ക്സ് പറയുന്നു. താങ്ക് യു സോ മച്ച്. സോ പറഞ്ഞതുപോലെ ഹാവ് എ ഗ്രേറ്റ് ഡേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കണം. അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം അല്ലെങ്കിൽ പറയാം. താങ്ക്സ്. താങ്ക് യു സർ. യു ആർ വെൽക്കം. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു എവരിവൺ. Thank you, sir. Thank you very much. Good day. Thank you, sir. You're welcome. Thank you. Thank you, sir. Thank you very much. Thank you, you. sir. Good class. Thank you so much. Have a great day.